Namaste. Welcome to this session, BPAG 171, Block 3, Interrelationship between Disasters and Development. Unit 11. ഇന്നെടുക്കുന്നത് Unit 11, Disasters and Development. ഇന്നലെ അതായത് during the past few days I was talking about lot of, with different types of disasters. അല്ലേ? ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ just 1.5 hours back, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് quite unexpectedly everything is happening, we cannot predict what will happen in future as well, അപ്പോൾ ഈ നാച്ചുറൽ ഡിസാസ്റ്റർ ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ വരും. അത് 1-2 മണിക്കൂർ മുമ്പേ തന്നെ what information, there was a news that in Afghanistan there was a earthquake. 255 ആള് ആൾറെഡി മരിച്ചു. എത്ര പേര് മരിച്ചു എന്ന് ആർക്കും അറിയില്ല. കാരണം റിപ്പോർട്ട് വരില്ല അവിടുന്ന്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഗവൺമെന്റ് അറിയാലോ, ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കില്ല അവര്. അപ്പോൾ ആൾറെഡി 255ഓളം ഇത് 2 മണിക്കൂർ മുമ്പേ തുറന്നാണ് പറയുന്നത്. അനവധി ആളുകൾ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. എർത്തുക്കേക്ക് 6.1 I think Richter scale, okay, and it has affected, it happened actually eastern part of Afghanistan. It affected Pakistan also, in certain areas. ഇത്തരത്തിലുള്ള സംഭവമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കറിയാം, ആഫ്റ്റർ ദിസ് ആൾറെഡി അഫ്ഗാനിസ്ഥാൻ വാറിന് ശേഷം ഒന്നും ഇല്ല അവരുടെ കയ്യിൽ. അപ്പോൾ കാരണം ഇന്ത്യ ഈസ് ആൾസോ ഹെൽപ്പിംഗ്, അതർ കൺട്രീസ് വേർ ഹെൽപ്പിംഗ് ദം. കാരണം എഡ്യൂക്കേഷൻ, everything, it was destroyed in all the buildings and other things. And in the meantime, after this war, അവർ കഷ്ടിച്ചിങ്ങനെ വളരെയധികം പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഫുഡിനൊക്കെ അതേമാതിരി സ്കൂളില്ല, പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, അങ്ങനെയെല്ലാം ലോട്ട് ഓഫ് ഗവൺമെന്റ് ഏത് ടൈപ്പാണെന്നൊക്കെ അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതിന് പുറമെ ഇപ്പൊ അതും കൂടി വന്നു. അപ്പൊ ഇനി ഇതൊന്ന് റിക്കവർ ചെയ്യാൻ ചേർത്ത സമയം പിടിക്കും. അപ്പോ വാട്ടർ ഫിഗർ ഞാൻ പറഞ്ഞത് അതില് 2 ഇരട്ടി 3 ഇരട്ടി കൂടുതലായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഡെബ്രീസ് റിമൂവ് ചെയ്യുമ്പോഴാണ് ഡെഡ് ബോഡീസ് വരിക. പിന്നെ അതിന്റെ പുറമെ ഇഞ്ചേർഡ് എത്ര ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലാണ് ലോകത്തിൽ നടക്കുന്നത്. അപ്പൊ ഞാൻ എന്താണ് പറയുന്നത്, നോട്ട് ഓൺലി ഇന്ത്യ, ഈവൻ ദ വേൾഡ് ഇന്റർനാഷണലി ഇതൊരു ഇന്റർനാഷണൽ ഇതാണ് ഇഷ്യൂ ആണത്. ഇന്ന് ഇവിടെ, നാളെ വേറെ സ്ഥലത്ത്, മറ്റൊരു ഇറാനില്, അങ്ങനെ 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 ഓരോ സ്ഥലത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതിനുള്ള ഇതാണ് നമ്മൾ പറയുന്നത് ഡിസാസ്റ്റേഴ്സ്. അപ്പൊ ഇവിടെ എന്താണ് ഡിസാസ്റ്റർ, എന്താണ് ഡെവലപ്മെന്റ്? ഡിസാസ്റ്ററിന് ശേഷം ഡെവലപ്മെന്റ് വേണമല്ലോ. അത് നശിച്ചു പോയ എന്തെങ്കിലും, നമുക്ക് ബിൽഡിംഗ് അല്ലാതെ രണ്ടാമത് ഒരു വീട് പോയ വീട് ഉണ്ടാക്കണ്ടേ, റോഡ് പോയ റോഡ് ഉണ്ടാക്കണ്ടേ, ബ്രിഡ്ജ് പോയ ബ്രിഡ്ജ് ഉണ്ടാക്കണ്ടേ. അപ്പൊ അതൊരു ഡെവലപ്മെന്റ് അല്ല, അത് ഇന്റർ റിലേറ്റഡ് ആണ്. ഡിസാസ്റ്ററും ഡെവലപ്മെന്റും ഇന്റർ റിലേറ്റഡ് ആണ്. ഡിസാസ്റ്ററിന് ശേഷം റിക്കവറി ചെയ്യുന്നത് അപ്പൊ അതൊരു ഡെവലപ്മെന്റ് ആണ്. പക്ഷെ ഓർക്കണം, ഡെവലപ്മെന്റ് കൂടുതലായാൽ ഡിസാസ്റ്ററുമാണ്. ഡിസാസ്റ്റർക്ക് ഡെവലപ്മെന്റും വേണം, ഡെവലപ്മെന്റിന് ഡിസാസ്റ്ററും വേണം. രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം. നൗ in this unit 11, relationship between disasters and development of infrastructure, creation of long-term job opportunities and livelihood options, statutory provisions for mainstreaming disaster risk reduction. എന്തെല്ലാം നിയമപരമായിട്ട് ചിലതുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഒക്കെ ഉണ്ട് പലതും. അപ്പോൾ ഈ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ ഏതെല്ലാം വിധത്തിൽ നമുക്ക് എടുക്കുക, അതെല്ലാം നിയമങ്ങളുണ്ട്. സോ we shall attempt to understand the relationship between the disasters and development, and shall also study about the primary remedial measures. ആദ്യമായി എടുക്കേണ്ട കാര്യങ്ങൾ to be taken immediately after the disaster. ഒക്കെ അതായത് ഡിസാസ്റ്റർ വന്നതിന് ശേഷം പെട്ടെന്ന് നമ്മൾ ആക്ഷൻ എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചിലപ്പോൾ നിയർ ബൈ ഏരിയാസ് വെക്കേറ്റ് ചെയ്യേണ്ടി വരും. വാഹനങ്ങൾ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, ആംബുലൻസ്, ഹോസ്പിറ്റൽ റെഡി ആയിരിക്കണം. അങ്ങനെ പല പല ഇതുണ്ടായിരിക്കും. ചില സമയത്ത് നോക്കുള്ളൂ, ഈ ശിവകാശി ഇൻ തമിഴ്നാടു, ഫയർ വർക്സ്, അവരുടെ മറ്റേ ഇൻഡസ്ട്രീസ് ആണ്, കൊച്ചു കൊച്ചു മീഡിയം സ്കെയിലോ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് അവിടെ. പക്ഷേ അപകടങ്ങൾ കണ്ടമാനം വരും. അപ്പൊ എന്താ പറയുക, എത്രത്തോളം ബേൺ ഇഞ്ചുറീസ് ആണ്. പെട്ടെന്ന് അവർക്ക് അതിൽ ഇഞ്ചക്ഷൻ ചെയ്യാനോ വേറെ മരുന്ന് ഇതിനൊന്നും ഇല്ലാതെ അതിനൊക്കെ. കാരണം നിങ്ങൾ എന്ത് ഇത് കൊടുത്താലും ശരി, കാരണം മാംസം,
നമ്മുടെ 50%, 60%, 70% ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ചില സമയത്ത് ചിലവരെ റിക്കവർ ചെയ്യാം, ചില സമയത്ത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇമ്മീഡിയറ്റ് റിലീഫാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇമ്മീഡിയറ്റ് റിലീഫ് കൊടുത്തിട്ടില്ലെങ്കിൽ ആൾ മരിക്കും. ഈവൻ yesterday what really happened in Kerala. See what happened, ഇത് എന്താണ് ഒരു ശരിയ നമ്മൾ പ്രോംപ്റ്റ്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും കണ്ടോളൂ. ഒരു ഇവിടെ നിയർ എറണാകുളം വൺ ഫെലോ ഇതിന്റെ ബ്രെയിൻ ഹെമറേജ് എന്തോ സംതിങ് എന്ന് മരിച്ചു. യൗവനത്തിലുള്ള ഒരു പയ്യൻ. അയാളെ എല്ലാം ഹി വാണ്ടഡ് ടു ഡൊണേറ്റ് ഹിസ് ഓർഗാൻസ് ടു മെനി അതർ പീപ്പിൾ. കണ്ണും എല്ലാം, ലിവറും കിഡ്നിയും അതേമാതിരി ഓക്കെ അതേമാതിരി ഹാർട്ട് ഇതെല്ലാം. പക്ഷേ എന്താ സംഭവിച്ചത്? ട്രിവാൻഡ്രം ഹോസ്പിറ്റൽ ഇവിടെ മെഡിക്കൽ കോളേജിൽ എത്തി. ആംബുലൻസ് ഡ്രൈവർ കറക്റ്റ് 2.5 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് ട്രിവാൻഡ്രം എത്തിച്ച്. പക്ഷേ ഈ കിഡ്നിയുടെ ബോക്സും ഇതൊക്കെ സ്വീകരിക്കാനോട് ആളുണ്ടായിരുന്നില്ല. ഇതിനൊക്കെ ടൈമിന്റെ ഉള്ളിൽ ചെയ്യണം. ഹാർട്ടൊക്കെ ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് അതിനുള്ള ടൈം ലിമിറ്റ് ഉണ്ട്. 2 അവർ 3 അവറിനുള്ളിൽ വേണം ഇതൊക്കെ. കാരണം ഇവിടുന്ന് എറണാകുളം ടു ട്രിവാൻഡ്രം ഇറ്റ്സെൽഫ് അവർ 2.5 മണിക്കൂർ കൊണ്ടാണ് കവർ ചെയ്ത്. എന്നാൽ കമ്മ്യൂണിറ്റി ട്രാഫിക് സിഗ്നലെല്ലാം ഓഫ് ചെയ്തിട്ട് ഇതിന് മാത്രം ഇത് കൊടുത്ത്. പക്ഷേ സംഭവിച്ചത് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നില്ല. ഇവിടെ പോകണമെന്നറിയില്ല, ലിഫ്റ്റ് എവിടെയെന്നറിയില്ല. അതില് കാരണം ആരും അതിനുള്ള ഒരു കെയർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചുരുക്കത്തില് നേരെ മറിച്ച് അവിടെ പോയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നോക്കുന്ന സമയത്ത് ഡോക്ടറില്ല. ഇത് ഒരു കുറ്റമല്ല പറയുന്നത്. ഞാൻ ഇവിടെ എംഫസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോംപ്റ്റ് അറ്റൻഷൻ ഈസ് റിക്വയർഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓരോരോ സിറ്റുവേഷൻ വരണ സമയത്ത്. എന്നിട്ട് അവിടെ അവർ റെഡി ആയിരുന്നില്ല. സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വേറെ എന്തോ ഓപ്പറേഷൻ നടക്കുകയാണ്. അങ്ങനെ 3-4 അവർ പോയി. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു. അതിന് പിറ്റേന്ന് രാവിലെ മരിച്ചു. ഇതിന് എന്താണ് തെളിയുന്നത്? അതായത് പ്രോംപ്റ്റ് ആക്ഷൻ വാസ് നോട്ട് ദെയർ. ആൻഡ് ഇത്തരത്തിലുള്ള ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ ടൈമിൽ വളരെ വളരെ പ്രിക്കോഷൻ എടുത്ത് റെഡി ആയിട്ട് ഓരോരോ മിനിറ്റും കൗണ്ട്. 1 മിനിറ്റ് വളരെ വാല്യുബിൾ ആണ്. ആ മിനിറ്റിന്റെ ഉള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഹൃദയം അവിടെ നിൽക്കും. അതുപോലെ ബുദ്ധിന് പിടിച്ചിട്ടൊന്നും കാര്യമില്ല, മരിക്കും. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഇതേമാതിരിയാണ് ഓരോരോ ഡിസാസ്റ്ററും ഇതൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന വെച്ചാൽ ബ്ലഡ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കുന്ന വെച്ചാൽ ബ്ലഡ്, അതൊക്കെ ചെയ്യേണ്ടി വരും. സോ ദർ ഈസ് എ ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞു. ഈ ഡിസാസ്റ്റർ വന്നതിന് ശേഷം പിന്നെ ഡെവലപ്മെന്റ് വേണ്ട. അവിടെ ചിലപ്പോൾ വീടില്ലാത്തടത്ത് വീട് വെക്കണം, റോഡില്ലാത്ത റോഡ് വെക്കണം, അങ്ങനെ പല 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 സ്കൂളില്ലാത്ത സ്കൂൾ വെക്കണം, അങ്ങനെ പല കാര്യങ്ങളും. ഇറിഗേഷൻ, വാട്ടർ കണക്ഷൻസ്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, ഇതെല്ലാം ചെയ്യണ്ടേ? ബിൽഡിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഒരു ഡെവലപ്മെന്റ് ഇന്റർ റിലേറ്റഡ് ആണ് ഈ ഡിസാസ്റ്ററും ഡെവലപ്മെന്റും. ഇപ്പൊ ഇൻ കേരള ആൾസോ 2 years back there was a flood actually. So afterwards ഡെവലപ്മെന്റ്. അതിനുശേഷം വീട് നഷ്ടപ്പെട്ട റോഡില്ലാത്ത റോഡ്, പാലില്ലാത്ത അതൊക്കെ തന്നെ ഡെവലപ്മെന്റ്. ഓക്കെ, നൗ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്. വൾണറബിലിറ്റി മേ ഇൻക്രീസ് ഡ്യൂ ടു ഡെവലപ്മെന്റ്. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കൂ. ഈ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കണ്ടമാനം, ഇപ്പൊ നോക്കൂ, ഇൻഡസ്ട്രി കണ്ടമാനം അങ്ങോട്ട് വികസിച്ചു വിചാരിക്കുക. ഓക്കെ, വികസിച്ച് നല്ല തന്നെയാണ്, പക്ഷെ പ്ലാന്റ് വേ ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ ഇതൊക്കെ വരും. അപ്പൊ അത് വൾണറബിൾ ആവും ചില സമയത്ത്. കാരണം ഇത് റിവർ വാട്ടറിലെല്ലാം ജോയിൻ ചെയ്ത് അങ്ങനെ, അല്ലെങ്കിൽ നിയർ ബൈ ഏരിയാസിൽ അതിന്റെ ശ്വസിച്ച് അങ്ങനെയൊക്കെ പല അപകടങ്ങളും സംഭവിച്ചു. അപ്പൊ ഡെവലപ്മെന്റും അത് ചില സമയത്ത് ഡിസാസ്റ്റർ ആയിട്ട് പരിണമിക്കും അല്ലേ? ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് മേ ഡിക്രീസ്. പക്ഷേ ഡെവലപ്മെന്റ് വേണം, ഡെവലപ്മെന്റും വേണം. പക്ഷെ ശ്രദ്ധിക്കണം, ഈ ഡെവലപ്മെന്റ് ടൈമില് നമ്മൾ വളരെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഇറ്റ് മേ കൊളാപ്സ് ഓർ എനിത്തിങ്. ബിൽഡിംഗ് ആയിക്കോട്ടെ, ടവർ എന്തായിക്കോട്ടെ, അത് നിങ്ങൾ പ്രോപ്പറായി ചെയ്തിട്ടില്ലെങ്കിൽ എനി ടൈം it will collapse. So for development initiative, disaster is an opportunity. വേറൊരു കാര്യം, ഈ ഡിസാസ്റ്റർ, പിന്നെ ഒരു കാര്യം, ഈ അപകടം വരുന്നുണ്ടല്ലോ ഇത്തരത്തില്, അത് നമുക്ക് കണ്ണു തുറപ്പിക്കാൻ ഇടവരുന്നു. അതായത് ഇപ്പൊ നോക്കോളൂ, എൻഡോസൾഫാന്റെ ഡിസാസ്റ്റർ നമ്മുടെ കാസർഗോഡ് ഡിസ്ട്രിക്ട്.
അത് കണ്ണു ഇനി ഫ്യൂച്ചറിൽ അത്തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് അതേമാതിരി സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. അതേമാതിരി പ്രിക്കോഷൻ എടുക്കണം, ഹോസ്പിറ്റൽ വേണം, അതിനുള്ള മരുന്ന് വേണം, അവർ റിക്കവറി ഇത് വേണം, എന്തെല്ലാം എയ്ഡ്സ് കൊടുക്കണം. അത് അപ്പൊ നമ്മുടെ കണ്ണ് തുറന്നു. അപ്പോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണേ നോക്കൂ, ഇത്തരത്തിലുള്ള ഭോപ്പാൽ ട്രാജഡി ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ട്രാജഡി ആയിക്കോട്ടെ, ഇപ്പോ വളരെ വളരെ കെയർഫുൾ ആണ്. വൈൽ ഡൂയിങ് സംതിങ് എൻവയോൺമെന്റൽ ഇഷ്യൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ കാര്യത്തിനും എൻവയോൺമെന്റൽ ക്ലിയർ തോന്നും. അപ്പോ ഇതൊക്കെ അവര് പിന്നെ വേറൊന്ന്, ഗവൺമെന്റ് പറയുന്ന പ്രകാരം നമ്മൾ ചെയ്തിരിക്കണം. അല്ലാണ്ട് ഗവൺമെന്റ് പറയുന്നത് നമ്മൾ ചെയ്യാതിരുന്ന അനുഭവിക്കും. മനസ്സിലായില്ലേ? അപ്പോ ഗവൺമെന്റ് കാരണം അവര് പലതിൻ്റെയും സംഭവിച്ചതിന് ശേഷമാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങള്. അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം. ചിലർ പറയുന്നത് ഹെൽമെറ്റ് ധരിക്കണം. ഞാൻ എന്തിനാ ഹെൽമെറ്റ്, എന്റെ തലയില്ലേ എന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റ് ധരിക്കാൻ ഓടിയല്ലോ, എന്ത് സംഭവിക്കാം? മനസ്സിലായില്ലേ? പക്ഷെ ഹെൽമെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രെയിൻ, നിങ്ങളുടെ തലയ്ക്കൊന്നും പറ്റില്ല. തലയ്ക്ക് പറ്റിയ തീർന്ന പരിപാടി. നിങ്ങൾ രക്ഷപ്പെട്ടിട്ടും കാര്യമില്ല. തലയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ 4 കൊല്ലം കഴിഞ്ഞിട്ടും ഓരോ പ്രശ്നങ്ങൾ വരും. മനസ്സിലായില്ലേ? അപ്പോ ഡെവലപ്മെന്റ് പ്രോഗ്രാം ക്യാൻ ഇൻക്രീസ് വൾണറബിലിറ്റി. കേട്ടോ, അതായത് നമ്മുടെ വൾണറബിലിറ്റി മേ ഇൻക്രീസ് ഡ്യൂ ടു ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് മേ ഡിക്രീസ്. അപ്പൊ അതായത് നമ്മുടെ ഡെവലപ്മെന്റിന്റെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നോക്കൂ, നമുക്ക് ഒരു നമ്മുടെ കെട്ടുറപ്പോട് കൂടി ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു കടലത്തെ വെള്ളം നമ്മുടെ കരയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളെ വളരെയധികം മതിൽ, അതിലുള്ള കരിങ്കല്ലും അതെല്ലാം ഇട്ടാല് കോൺക്രീറ്റ് ഇട്ട് അത് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഡിക്രീസ് ചെയ്യല്ലേ, വെള്ളം പുറത്തേക്ക് ഉള്ളിലേക്ക് വരില്ലല്ലോ കരയിലേക്ക്. അപ്പോ ഡിക്രീസ് വൾണറബിലിറ്റി. അല്ലെങ്കിൽ കടലത്തെ വെള്ളം ഉപ്പ് വെള്ളമായിരിക്കും, അത് മുഴുവൻ അങ്ങോട്ട് വരും. ഓക്കെ, ആൻഡ് ഫോർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്. ഓക്കെ, സോ ഡെവലപ്മെന്റ് പ്രോഗ്രാം ക്യാൻ ഇൻക്രീസ് വൾണറബിലിറ്റി, ഡെവലപ്മെന്റ് പ്രോഗ്രാം ക്യാൻ ഡിക്രീസ് വൾണറബിലിറ്റി. ഡിസാസ്റ്റേഴ്സ് അത് ഒരു ഡിസാസ്റ്റർ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. കാരണം എന്താ അറിയോ, ഞാൻ പറയട്ടെ, ചില സമയത്ത് മറ്റു ചില ഇതിന് കാരണമായിട്ട് വഹിക്കും. കാരണം ഞാൻ പറയട്ടെ, ഒരു ചെറിയ ഇൻസിഡന്റ് ഞാൻ പറയാം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനിൽ നിന്ന് അവരെന്താ ചെയ്തത്, എക്കണോമി വളരെ 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 സഫർ ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ജപ്പാൻ. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്. അപ്പോ പിന്നെ ജപ്പാൻ വൺ ഓഫ് ദ ബെസ്റ്റ്. ഓക്കെ, പക്ഷേ അത് എങ്ങനെ സംഭവിച്ചത്, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് അവര് ഈ പൈസ എക്കണോമി സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രൊഡക്ട്സും അത് വളരെ ചീപ്പ്, ഇൻഫീരിയർ ക്വാളിറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു പറയാം, ഇതെല്ലാം ഫോറിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് കാശ് ഉണ്ടാക്കാൻ വേണ്ടി, ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. Then the foreign country started rejecting the products made in Japan. അപ്പൊ എന്ത് പറ്റിയ അവസാനം ജപ്പാനെ കളിയാക്കാൻ തുടങ്ങി. അതായത് അയ്യോ, ഇത് ജപ്പാനിൽ വരുന്ന സാധനമാണല്ലേ എന്ന്. അങ്ങനെ ആളുകൾ അങ്ങനെ ചില സമയത്ത് ഈ ഇൻസൾട്ട് ചെയ്യുന്ന വിധം സംസാരിച്ചപ്പോൾ അതിനുശേഷം അങ്ങനെ വരുന്ന സ്പ്രെഡ് ചെയ്ത സമയത്ത് then Japan has decided that now we will show to the world what the quality is there. എന്താണ് ക്വാളിറ്റി പറ്റിയിട്ട്? അതാണ് നമ്മുടെ ക്വാളിറ്റി സർക്കിള്, ടാറ്റ ക്വാളിറ്റി മാനേജ്മെന്റ്, ജപ്പാനീസ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. ഇന്ന് ക്വാളിറ്റിയിൽ ജപ്പാന് ബീറ്റ് ചെയ്യാൻ തന്നെ എളുപ്പ കോമ്പറ്റേറ്റർ വളരെ കമ്മിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ചിലതിന് കാരണമായി ഇത് ഭവിക്കും. അപ്പൊ നമുക്ക് പ്രിക്കോഷൻ എടുക്കാൻ സാധിക്കും ഫ്യൂച്ചറിൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ? ഓക്കെ, നോ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. എന്താ ഇൻഫ്രാസ്ട്രക്ചർ? നോക്കൂ, ഇതന്നെ നമ്മുടെ ഇപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് ക്യാൻ ഇൻക്രീസ് വൾണറബിലിറ്റി. ചില സമയത്ത് ഡെവലപ്മെന്റ് സമയത്ത് ആളുകൾക്ക് ഇതുണ്ടാവും, പോവർട്ടി, ഭക്ഷണം കഴിക്കാൻ വകയുണ്ടാവില്ല. അതേമാതിരി പിന്നെ പഠിക്കാൻ, അഗ്രികൾച്ചറൽ ലാൻഡ്, പിന്നെ കൺട്രി വിൽ ബിക്കം മോർ പൂറർ. ഓക്കെ, അങ്ങനെ പിന്നെ ദെൻ ഡേഞ്ചറസ് ബിൽഡിംഗ് സ്റ്റോക്ക്. ഓക്കെ, ദെൻ അങ്ങനെ പിന്നെ കടലത്തെ വെള്ളം വന്ന് ഉപ്പ് വെള്ളമായിരിക്കും. അങ്ങനെ ഇൻസഫിഷ്യന്റ് റിസോഴ്സസ് ആയിരിക്കും ചില സമയത്ത്. അങ്ങനെ അപ്പൊ ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ബിൽഡിങ്ങിന്റെ കോഡ് അത് നമ്മൾ ചെയ്യണം. എവിടെ ബിൽഡിങ്, ഏതെല്ലാം പ്രിസ്ക്രിപ്ഷൻ, അതേമാതിരി ചെയ്യണം. ഈ ഇതിന്റെ നമ്മുടെ ആർക്കിടെക്റ്റിന്റെ ഡ്യൂട്ടിയാണ് ആ സ്ഥലത്തിന്റെ ഇത് നോക്കിയിട്ട് വേണം പ്ലാൻ ഉണ്ടാക്കാൻ. മനസ്സിലായില്ലേ? ചതുപ്പ് നിലം അതേമാതിരിയൊക്കെയുള്ള മറ്റുള്ള സ്ഥലത്ത് പാറപ്പുറത്തുണ്ടാക്കുന്ന മാതിരി ചതുപ്പ് നിലത്ത് ഉണ്ടാക്കാൻ പറ്റില്ല.
അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നോളേജ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവയർനെസ് വേണം ജനങ്ങൾക്ക്. അതായത് ജനങ്ങൾക്ക് ചില സമയത്ത് പൂവർ എഡ്യൂക്കേഷൻ, ഇതിനെപ്പറ്റി അറിയില്ല, നോളജ് ഇല്ല. ഏതെങ്കിലും വിധത്തിൽ വീട് കിട്ടും, പിന്നീട് അതേമാതിരി സംഭവിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുണ്ട്. മോറോവർ ആഫ്റ്റർ എ ഡിസാസ്റ്റർ, യുനോ, അതിനുശേഷം ഡിസാസ്റ്ററിന് ശേഷം കണ്ടമാനം സ്റ്റാർവേഷൻ, ഓക്കെ, പിന്നെ ക്രോണിക് സിക്നെസ്. കാരണം അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അസുഖങ്ങൾ നമ്മളെ കാര്യമായി ബാധിക്കും. ചിലപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആവും, ചില സമയത്ത് കൈ, കാല്, ശ്വാസം. അപ്പൊ അത് ജീവിത അവസാനം വരെ ഇത്തരത്തിൽ വേണ്ടി വരും ചില സമയത്ത്. ഓക്കെ, അപ്പോ ഒന്ന്. പിന്നെ അർബൻ ഡെവലപ്മെന്റ്. അതുകൊണ്ട് അർബൻ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് പ്ലാനോട് കൂടി ചെയ്യണം. അർബൻ നമ്മുടെ ടൗണൊക്കെ പ്ലാനിങ്ങോട് കൂടി ചെയ്യണം. അല്ലാണ്ട് സിവറേജ്, വെള്ളം പോകാനുള്ള, അല്ലെങ്കിൽ എന്തെന്തറിയോ, മഴ പെയ്ത വെള്ളം അങ്ങോട്ട് കെട്ടിന്ന് പൊന്തി വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ വരും. ഓക്കെ, അപ്പൊ അത് പ്ലാനിങ്ങോട് കൂടി ചെയ്യണം. പിന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി വിത്തൗട്ട് അവയർനെസ് കൺസ്ട്രക്ഷൻ പാടില്ല. എൻവയോൺമെന്റ് ഇഷ്യൂ പ്രത്യേകം നോക്കണം. ഡീഫോറസ്റ്റേഷൻ, കാട് വെട്ടാൻ പാടില്ല. മഴ പെയ്യണമെങ്കിൽ കാട് വേണം, കാട് വെട്ടിയാൽ മരങ്ങളില്ലെങ്കിൽ മഴ കമ്മിയാവും. ഡീഫോറസ്റ്റേഷൻ പാടില്ല, അഫോറസ്റ്റേഷൻ ആണ് വേണ്ടത്. കാട് വെച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. കാരണം നമുക്ക് മാത്രമല്ലല്ലോ, പക്ഷികളെ, മൃഗങ്ങൾക്കൊക്കെ കാട് ആവശ്യമില്ലേ. കാലാവസ്ഥ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ എയർ പൊല്യൂഷൻ കംപ്ലീറ്റ് മരങ്ങളാണ് തടുത്തു നിർത്തുന്നത്. പാൽവൃക്ഷത്തിന്റെ ചോട്ടിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓസോൺ, അതേമാതിരി ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ നല്ല പ്രോപ്പർ നമുക്ക് ശ്വസിക്കാനുള്ള അത് കിട്ടുന്നു. ചില മരങ്ങളാണ് അത് തടുത്തു നിർത്തുന്ന പല പല കാര്യങ്ങളൊക്കെ. എങ്ങനെ ഇതേമാതിരി ഡസ്റ്റ് ഇതേമാതിരി ഇല്ല. അപ്പം മരങ്ങളെ അത്യാവശ്യമാണ് മനുഷ്യന്റെ ലൈഫിലെ ഒരു ഇതാണ്. പിന്നെ ഡെവലപ്മെന്റ് പ്രോഗ്രാം ക്യാൻ ഡിക്രീസ് വൾണറബിലിറ്റി. അത് പറഞ്ഞു കഴിഞ്ഞു. ഡെവലപ്മെന്റ് ഉണ്ടായി എന്നുണ്ടെങ്കിൽ അതിന്റെ ചിലപ്പോൾ നമുക്ക് ഡിക്രീസ് ചെയ്യാനും സാധിക്കും പല പല കാര്യങ്ങളും നമ്മൾ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ. പണ്ടേ ഒരു ഉദാഹരണം പറയട്ടെ, എന്തായി ഡെവലപ്മെന്റ്. പണ്ട് റേഡിയേഷനൊക്കെ വരണ സമയത്ത് എന്ത് ചെയ്യുക, എവിടെ പോവുക, ഓർഡിനറി ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ മറ്റേ ഹോസ്പിറ്റലിൽ പോയാൽ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഇല്ല, റേഡിയേഷന്. അപ്പോഴാണ് അറ്റോമിക് എനർജി പിന്നെ ഇതിനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ സെറ്റപ്പ് ചെയ്ത്. ഒന്നല്ല, പല സ്ഥലങ്ങളിലും ഉണ്ട് ഈ റേഡിയേഷൻ അങ്ങനെയൊക്കെ വന്ന റേഡിയോ ആക്ടിവിറ്റി ഉണ്ടല്ലോ, അതിനൊക്കെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അത് ഡെവലപ്മെന്റ് അല്ലേ. അപ്പൊ ഇത് കാരണം കൊണ്ടല്ലേ അത് വന്ന്. അപ്പൊ ഇതൊരു കാരണമായി ഭവിക്കുന്നു, അത് അതിന് ഡെവലപ്മെന്റ് ആയിട്ട് വരുന്നു. അങ്ങനെ അപ്പൊ ഡെവലപ്മെന്റ് പ്രോഗ്രാം ക്യാൻ ഡിക്രീസ് വൾണറബിലിറ്റി. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, നൗ അടുത്തത് ദെൻ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്. നോക്കൂ, അതേമാതിരി നമ്മളെ ചിലപ്പോൾ ഡിസാസ്റ്റർ എർത്ത് കേൾക്കുകയാണോ വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താ അവിടെ ഡെവലപ്മെന്റ് ഏതെല്ലാം പാടും ഏതെല്ലാം പാടില്ല. ചെയ്യാവുന്നതേ മാത്രമേ അവിടെ ചെയ്യാൻ പാടൂ. നമുക്ക് അലൗഡ് ആണെച്ചാൽ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ ഡിസാസ്റ്റർ ക്യാൻ ഹൈലൈറ്റ് പർട്ടിക്കുലർ ഏരിയാസ്. പിന്നെ നമുക്ക് ഏരിയ ഇയർമാർക്ക് ചെയ്യുക. എവിടേക്കാണ് എർത്ത് കേക്ക് വരാനുള്ള സാധ്യത, ഫ്ലഡ് വരാനുള്ള സാധ്യത, റിവർ, അതേമാതിരി നമ്മുടെ എന്താ പറയണത് റിവർ എന്താണ് മെയിൻ പ്രോബ്ലം അറിയോ ഫ്ലഡിന്റെ? ഈ റിവറിന്റെ ഒക്കെ ഡയറക്ഷൻ നമ്മൾ മാറ്റി. തോന്നിയ മാതിരി റിവർ ഫ്ലോ ചെയ്യാൻ തുടങ്ങി. കാരണം അതിന്റെ ഡയറക്ഷനല്ല റിവർ ഒഴുകുന്നത്. അതൊക്കെ ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ അന്ന്. റിവർ ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. കേരളത്തില് നിങ്ങൾ മലയാളത്തില് ആയതുകൊണ്ട് ഞാൻ പറയാണ് ഉദാഹരണം, അല്ലെങ്കിൽ ഐ വിൽ ഷോ അതർ പ്ലേസസ്. കേരളത്തിലെ ഇപ്പൊ നോക്കൂ, ഭാരതപ്പുഴ, നീളാനദി. എത്രയോ കൊല്ലം മുമ്പേ ഷൊർണൂർ ജംഗ്ഷന്റെ അടുത്ത് നമ്മുടെ ബ്രിഡ്ജ് എന്തോ അതിന്റെ തകരാറ് വന്ന് പുഴയിലേക്ക് വീണു. എത്രയോ വർഷം മുമ്പേ, അറ്റ്ലീസ്റ്റ് 15-20 വർഷമായിട്ട് ഞാൻ കാണുന്നതാണ്. കാരണം മാസത്തിലൊരു തവണയെങ്കിലും ഞാൻ ഈവൻ ജസ്റ്റ് 3-4 days ബാക്ക് ആൾസോ ഐ ട്രാവൽ ടു ദാറ്റ് പ്ലേസ്. ഈ വീണ പാലം ഇതുവരെ ആ പാലം അവിടെ നീങ്ങിയിട്ടില്ല. ആ പൊളിഞ്ഞു വീണത് അയറൺ മറ്റേ സ്റ്റീലിന്റെ കംപ്ലീറ്റ് അങ്ങനെ നദി കിടക്കുകയാണ്. എത്ര 10-20 കൊല്ലായി. അപ്പൊ എന്താ സംഭവിക്കുന്നറിയോ? ഈ മഴക്കാലത്ത് വെള്ളം വരണ സമയത്ത് ഇതവിടെ തടഞ്ഞു നിർത്തണം. കാരണം സ്റ്റീലിന്റെ ആണത് കംപ്ലീറ്റ്. അപ്പൊ വെള്ളം എന്ത് ചെയ്യും?
നേരെ മറിച്ച് നിയർ ബൈ ഏരിയസിൽ അത് വരും, അങ്ങോട്ട് പോകും. അപ്പോ ഒന്ന് മണലെടുക്കൽ. ഓക്കെ, അങ്ങനെ നമ്മുടെ മനുഷ്യർ തന്നെ ഈ നദി ഒഴുകുന്ന സ്ഥലത്ത് വീട് വയ്ക്കുക, അതിൻ്റെ ഇതൊക്കെ അങ്ങനെ പല പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ ജാഗ്രത കുറവ് കൊണ്ടും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊന്ന് പർട്ടിക്കുലർ ഏരിയ. അപ്പൊ പർട്ടിക്കുലർ എവിടെയാണ് നമുക്ക് ഇപ്പോൾ അപകടങ്ങൾ സാധ്യതയുണ്ട്? ഇപ്പൊ ബ്രഹ്മപുത്ര, നമ്മുടെ മറ്റേ ഗംഗാ നദി, പാറ്റ്ന, അതേമാതിരിയുള്ള ചില കോസി റിവർ, അതേമാതിരിയൊക്കെ ദുഃഖം എന്നും ദുഃഖം കൊടുക്കുന്ന നദിയാണ് കോസി റിവർ. കാരണം എന്താ വെച്ചാൽ ഇത് വെള്ളം എല്ലായിടത്തേക്കും പ്രവഹിക്കും, ആളുകളുടെ വീടും എല്ലാം പോവും, ദിവസങ്ങളോളം മനുഷ്യന് എവിടേക്കും മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോ a few weeks or months, the political environment may favor a much higher rate of economic and social change than. പിന്നെ വേറെ കാര്യം, എത്ര അപകടങ്ങൾ പറ്റിയാലും എന്ത് പറ്റിയാലും അത് റിയൽ ആയിട്ടൊന്നും അവർ പ്രൊജക്ട് ചെയ്യില്ല ഗവൺമെന്റ്. അവർക്ക് മോശമായിട്ട് വരും എന്നുള്ള ഉദ്ദേശത്തില്, മനസ്സിലായി? അപ്പോ ഇന്റർനാഷണൽ അസിസ്റ്റൻസ് വേണം എന്നുണ്ടെങ്കിൽ ചെയ്യണം. നാച്ചുറൽ കലാം ഇന്റർനാഷണൽ അസിസ്റ്റൻസ് വേണ്ടി വരും, മനസ്സിലായില്ലേ? ചില സമയത്ത് നമുക്ക് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ. ഇൻ ഹൈദരാബാദ് ബുദ്ധന്റെ ഒരു പ്രതിമയുണ്ട് ഹുസൈൻ സാഗർ ലേക്കില്, അത് വെള്ളത്തിൽ പോയി. എത്ര ടണ്ണ് ഭാരമാണ്, കല്ലാണത്, ബുദ്ധന്റെ പ്രതിമയാണ്. അതേമാതിരി US എന്നാണ് ഹെൽപ്പ് ചെയ്തിട്ടാണ് അത് വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് അവിടെ പൊന്തിക്കുക. കാരണം നമ്മുടെ ക്രെയിനൊന്നും അത് പറ്റില്ല, കല്ലാണത് കംപ്ലീറ്റ്, അത്രയോ ഉയരമുള്ളത്. അപ്പൊ ചില സമയത്ത് ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ വരണ സമയത്ത് നമ്മളെ മറ്റുള്ള രാജ്യങ്ങൾ ഇന്റർനാഷണൽ അസിസ്റ്റൻസ് ഈസ് ആൾസോ റിക്വയർഡ്, UN, മനസ്സിലായില്ലേ? അപ്പൊ UN അതേ പല ഇതിനെ പറ്റിയിട്ട് കുറെ ഇതുണ്ട്. അപ്പോ according to the World Bank, the operation must be directed towards the restoration of the assets or productivity of a long-term development. ഇപ്പൊ UN ചില ഇതുണ്ട്, വേൾഡ് ബാങ്കിന്റെ ചിലത്, ഇത്തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റി വരണ സമയത്ത് പിന്നെ റെസ്റ്റോറേഷൻ പെട്ടെന്ന് ചെയ്യുക, പ്രൊഡക്റ്റീവ്, അതേമാതിരി അതിന് വളരെ പ്രൊഡക്ടിവിറ്റി ഓറിയന്റഡ്, ഇറ്റ് ഈസ് എ ലോങ് ടേം ഡെവലപ്മെന്റ്. ഇത്തരത്തിൽ പിന്നീട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ ചെയ്യണം. ഓക്കെ, പിന്നെ ദി എഫക്ട്സ് ഓഫ് ദ എമർജൻസി ഷുഡ് ബി, പിന്നെ എമർജൻസി നമ്മൾ റിയലൈസ് ചെയ്യണം, ഇത് എമർജൻസി ആണെന്ന്, അതനുസരിച്ച് പ്രവർത്തിക്കണം. ഓക്കെ, പിന്നെ ദ നീഡ് ഫോർ ആൻ അർജന്റ് റെസ്പോൺസ്. ഇന്ന് പറഞ്ഞാൽ ഇന്ന് സംഭവിച്ച 10 ദിവസം കഴിഞ്ഞ് വന്നാൽ തീർന്ന പരിപാടി. അതാണ് അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞത്. ട്രിവാൻഡ്രത്തിലത്തെ പ്രോംപ്റ്റ് റെസ്പോൺസ്, അതിനുള്ള ടീമും ഇതൊക്കെ ഉണ്ടോ? ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഇതിനുള്ള പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് വേണം, മനസ്സിലായില്ലേ? അതേമാതിരി ഓരോ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതുണ്ട്, ടീമുണ്ട്, ഡിസ്ട്രിക്റ്റിലുണ്ട്, നമ്മുടെ സ്റ്റേറ്റിലുണ്ട്, ഇന്ത്യയിലുണ്ട്, അതൊക്കെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഓക്കെ, സോ there should be some prospect for future reduction of hazard. അപ്പൊ അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഇത്തരത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നോക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. പല അപകടത്തിൽ നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത്, പല അപകടത്തിൽ നിന്നാണ് പഠിക്കുന്നത്. വെള്ളപ്പൊക്കം വന്നപ്പോ മലയുടെ അവിടെ നമ്മുടെ ഇത് വലിയ ബിൽഡിംഗ് കെട്ടാൻ പാടില്ല, അത് ഈ വെള്ളപ്പൊക്കം കൊണ്ടെന്നാ മനസ്സിലാക്കിയത്. കാരണം ഇതൊക്കെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങി, മനസ്സിലായില്ലേ? അപ്പൊ അതേമാതിരി പല 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 കാര്യങ്ങൾ ഈ ഇതെന്നാണ് ഇത് മനസ്സിലാവുന്നത്. അതേമാതിരി നോക്കൂ, നദിയുടെ ഒഴുക്ക് എന്താണ് സംഭവിക്കുക? അപ്പൊ അതാണ് ഞാൻ ഉദാഹരണം എന്ന് പറഞ്ഞ കേദാർനാഥ്, അളകാനന്ദ റിവർ, അതിനെ വളച്ച് കൊണ്ടുപോയി. കാരണം നടുക്കിലൊക്കെ ബിൽഡിംഗ് വന്നു, അത് വളഞ്ഞൊഴുകാൻ തുടങ്ങി. ഒരു ദിവസം നദി വിചാരിച്ച് ഞാൻ എന്തിനാ വളഞ്ഞൊഴുകണം, നേരിട്ട് അങ്ങോട്ട് പോവാം. നേരിട്ട് പോയപ്പോ എന്താ സംഭവിച്ച്? കംപ്ലീറ്റ് അങ്ങോട്ട് തട്ടിപ്പോയി വെള്ളത്തില്, മനസ്സിലായില്ലേ? അപ്പോ എഗെയിൻ ഞാൻ പറയുന്നത്, പ്രകൃതിയോട് കളിക്കരുത്. വളരെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. 2 മണിക്കൂർ മുമ്പാണ് നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ ആലോചിച്ച് നോക്കൂ. അഫ്ഗാനിസ്ഥാൻ വളരെ പിന്നിൽ പോയിരുന്നു, ഫൈനാൻഷ്യലി, അതായത് എക്കണോമിക്കലി, പൊളിറ്റിക്കലി, അഡ്മിനിസ്ട്രേറ്റീവ്ലി, എല്ലാം പിന്നിലാണ് അഫ്ഗാനിസ്ഥാൻ. വളരെ പോവർട്ടി ഇതെല്ലാം ഉള്ളതാണ്. ആ സ്ഥലത്താണ് ഇതങ്ങനെ കൂനുമേൽ കുരു എന്ന് പറയുന്ന മാതിരിയാണ് പ്രകൃതിയുടെ ചില വികൃതി, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ റിസ്ക് എടുക്കരുത്, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ
ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്? അതായത് നമ്മളൊരു അപകടം പറ്റിയ റോഡ്, വാട്ടർ, ഡ്രെയിനേജ്, ഇലക്ട്രിസിറ്റി വേഗം റെസ്റ്റോർ ചെയ്യുക. ഏതെങ്കിലും ഇപ്പോൾ ഈ ഭൂമി കുലുക്കം എന്തെങ്കിലും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പോൾ ഉടനടി നമുക്ക് ചിലത് പവർ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ പവർ ഇത് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഈ ഇതിൻ്റെ പിന്നെ ഇലക്ട്രിക് വയറൊക്കെ ആയിരിക്കില്ലേ, ലൈവ് വയർ. അപ്പോൾ അത് റെസ്റ്റോറേഷൻ ചെയ്യണം. റോഡ്, മറ്റേ വാട്ടർ, ഡ്രെയിനേജ്, ഇലക്ട്രിസിറ്റി എക്സെട്ര. അതാണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അടുത്തത് സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ. അതിലാണ് ഈ വരുന്ന കാറ്, വെഹിക്കിളൊക്കെ പെട്ടെന്ന് ആളുകളെ എത്തിക്കാനൊക്കെ വേണ്ടേ, ട്രാൻസ്പോർട്ടേഷൻ വേണ്ടേ, റോഡ് വേണ്ടേ, പിന്നെ ഹെൽത്ത്, മരുന്ന്, ഹോസ്പിറ്റല്, മരുന്നൊക്കെ വേണ്ടേ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വേണ്ടേ. ഹോസ്പിറ്റലിൽ മാത്രം പോയാൽ പോരാ, ബെഡ് വേണം, നേഴ്സുമാരും ഡോക്ടറും കൂടി വേണം. ഇവിടെ പലതും നമ്മൾ എന്താ പറയുക, ഹോസ്പിറ്റലിന്റെ ബെഡും ഇല്ല, ഡോക്ടറും ഇല്ല, മെഡിസിനും ഇല്ല. അങ്ങനെ ചില ഹോസ്പിറ്റൽസ് ഉണ്ട്. അങ്ങനെ അതോട് പ്രയോജനമില്ലല്ലോ. അപ്പൊ വി ഷുഡ് ബി പ്രിപ്പയർഡ് ടു മീറ്റ് സച്ച് എവൻച്വാലിറ്റി. മനസ്സിലായോ? അപ്പോ ദെൻ വേറെ ഒന്ന്, അപ്പോ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞാൽ സോഷ്യൽ സെക്ടർ, പ്രൈമറി ഹെൽത്ത് കെയർ, ഓൾഡ് ഏജ് ഹോംസ്, വയസ്സന്മാർക്കും വയസ്സായുള്ള സ്ത്രീകൾക്കും താമസിക്കാനും ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങള്, ലൈഫ് ലോങ് കമ്മ്യൂണിറ്റി സെന്റേഴ്സ്, ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അത് കമ്മ്യൂണിറ്റി സെന്റർ. പിന്നെ അടുത്തത് എൻവയറോൺമെന്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ക്രിയേഷൻ ഓഫ് നെസസറി എൻവയറോൺമെന്റ്. ഓക്കെ, അതിനെപ്പറ്റി എൻവയറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ. ഓക്കെ, അതേമാതിരി റിസ്ക് ഓഫ് ഡിസാസ്റ്റർ, അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പൊ എക്കണോമിക് ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് പറഞ്ഞു, പിന്നെ എൻവയറോൺമെന്റൽ ഇതിനെ പറ്റിയിട്ടും പറഞ്ഞു. അതായത് നോക്കൂ, ഈ എൻവയറോൺമെന്റില് ഒരു ഇതിൽ പറയാനുള്ളത്, നമുക്ക് നാച്ചുറൽ എൻവയറോൺമെന്റ്, ദർ ആർ തൗസൻഡ്സ് ഓഫ്, നമ്മുടെ ഇന്ത്യയില് അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ അനവധി ലേക്ക്, പോണ്ട്, കുളങ്ങള്, അഴിമുഖങ്ങള്, തടാകങ്ങള്, ചതുപ്പ് നിലങ്ങള്, പിന്നെ കണ്ടൽ കാടുകള്, തണ്ണീർത്തടങ്ങള്, ഇതെല്ലാം ഉണ്ട്. അതെല്ലാം പ്രിസർവ് ചെയ്യണം. മനസ്സിലായോ? ഇതൊക്കെ ആവശ്യമാണ് പ്രകൃതിക്ക്. ഏത് അഴിമുഖം, സമുദ്രം, കടൽ, നദി, കടല് യോജിക്കുന്ന സ്ഥലമാണ് അഴിമുഖം. അത് പിന്നെ നോക്കൂ, ചതുപ്പ് നിലം, തണ്ണീർത്തടം, കണ്ടൽ കാടുകള്, ഇതൊക്കെ നമുക്ക് വളരെയധികം അത്യാവശ്യമായ കാര്യങ്ങളാണ്. പോണ്ട്, ലേക്ക്, ഇതൊക്കെ എത്രയോ ആയിരക്കണക്കില് ഇതുണ്ട് നമ്മുടെ എല്ലാ സ്ഥലത്തും, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഇപ്പൊ ഡെൽറ്റ, നമ്മുടെ ഗംഗാനദിയുടെ ഇത്, സുന്ദർബൻസ്, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട് ഇത്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇൻ ഇന്ത്യ റീബർത്ത്, നോക്കൂ, ചണ്ഡീഗഡില്, നമ്മുടെ ഇന്ത്യയില് സുഖ്ന ലേക്ക് ഉണ്ട്. അനവധി പ്രാവശ്യമൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടെ. അത് ഉണ്ടാക്കിയതാണ്. അതായത് സുഖ്ന ലേക്ക് ചണ്ഡീഗഡില്, അത് പിന്നെ പല എന്താ റീബർത്ത് പണ്ടുണ്ടായിരുന്നു, അതുണ്ടായിരുന്നില്ല. പിന്നെ മണലൊക്കെ, പക്ഷെ കൊല്ലം മണലെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഹിമാലയത്തിന്റെ തീരത്ത ഇതാണ്, അത് ശിവാലിക് റേഞ്ചിന്റെ ഇതാണ്, ശിവാലിക് റേഞ്ച്. അപ്പോ ആ ലേക്ക്, സുഖ്ന ലേക്ക് ചണ്ഡീഗഡില്, അത് റീബർത്താണ്, ഉണ്ടാക്കിയതാണ്. പിന്നെ അതേ പ്രകാരം ഗ്രീനിങ് ഓഫ് അൽവാർ ഡിസ്ട്രിക്ട്, അതേമാതിരി വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഇതേമാതിരിയുള്ള ഓരോരത്, കമ്മ്യൂണിറ്റി സപ്പോർട്ടഡ് അഗ്രികൾച്ചർ, പിന്നെ അതേമാതിരി പിന്നെ യെസ്, ഓക്കെ, അത് അമേരിക്കയിലും ഉണ്ട് അതേ പ്രകാരമുള്ള, അങ്ങനെ പലതും നടക്കുന്നു. ഓക്കെ, ഇനി സൈറ്റ്സ്, ദ കൺവെൻഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ്, നോക്കൂ, അപൂർവം ചില പക്ഷികളും മൃഗങ്ങളും ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു ആക്ട് ഉണ്ട് 1975 കൺവെൻഷൻ, അതായത് സൈറ്റ് കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പൈസസ് പറഞ്ഞാൽ ഗണം. അപ്പൊ നമ്മൾ അതിലെ 155 രാജ്യങ്ങളുണ്ട്, അതിൽ നമ്മൾ മെമ്പറാണ്. അപ്പൊ അവർ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ, ഈ മൃഗങ്ങള്, പക്ഷികള്, അതിന് ചിലതൊക്കെ ലോകത്തിലെ അത് പോപ്പുലേഷൻ കമ്മിയായിട്ട് വരികയാണ്, അതിന്റെ എണ്ണം കമ്മിയായിട്ട് വരികയാണ്. അതാണ്. അപ്പൊ ഈ ചിലത് അവര് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള അനിമലിനെ, കൃഷ്ണമൃഗം, ദൈവമായിട്ടുള്ളതിന് കൊല്ലരുത്. കാരണം മയിലായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ,
അപ്പൊ അതൊക്കെ ചില ആക്ട് ഉണ്ട്. സൈറ്റ്സ്, കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് വിക്കലും മറ്റേ പണ്ട് രാജസ്ഥാനിലുണ്ടായിരുന്നു. ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ മൈലിനെ മോർ, ഓക്കെ, ഹിന്ദിയില് അതിന് കൊന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ നാഷണൽ ഇതാണത്, ബേർഡ് ഉണ്ടായിരുന്നത് ആണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപൂർവമായി കാണുന്ന ചില പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ നമ്പർ കമ്മിയായിട്ട് വരികയാണ്. അപ്പൊ അതിനെ പ്രിസർവ് ചെയ്യണം, അതാണ് പറയുന്നത്. ഇതിന്റെ ആക്ട് ആണ്. അടുത്തത് ബാസൽ കൺവെൻഷൻ. എവിടെയത്? ഓക്കെ, ബാസൽ കൺവെൻഷൻ ഓഫ് ട്രാൻസ്ബൗണ്ടറി. അതെന്താണ് അറിയോ? നമ്മുടെ ഇത് അസാഡസ് വേസ്റ്റ് ആൻഡ് ദർ ഡിസ്പോസൽ. അപകടം പിടിച്ച അസാഡ്സ്, നമ്മുടെ റേഡിയേഷന്റെ, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാ? നദിയിലേക്ക് വിടാൻ പറ്റുമോ? കടലിലേക്ക് വിടാൻ പറ്റുമോ? അത് ഡിസ്പോസ് ചെയ്യണ്ടേ? അപകടം പിടിച്ച അതേമാതിരി പോയ്സണസ് ഗ്യാസോ വേറെ എന്തെങ്കിലും, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാ? അപ്പോ ആ ഡിസ്പോസൽ ഇതിന്റെ അത് ബാസൽ കൺവെൻഷൻ ഓഫ് ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ് ഓഫ് ഹസാർഡസ് വേസ്റ്റ്, അത് അതിനെ പറ്റിയിട്ട് ഒരു ആക്ട് ഉണ്ട് 1989. ഏത് വിധം ഡിസ്പോസ് ചെയ്യണ ഓരോരോ കാര്യങ്ങള്, ഈ വിഷം നിറഞ്ഞ ചില ഇതുണ്ട്, ജനങ്ങൾക്ക് ശ്വസിക്കുമ്പോഴും അതൊക്കെ അപകടകരമായിട്ടുള്ള. അപ്പൊ അതൊരു ഇന്റർനാഷണൽ കൺവെൻഷൻ ഉണ്ട്. അത് 1989 അത് ഉണ്ടായത്. അടുത്തത് കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. നിങ്ങളോട് ഞാൻ ഇന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച 180 രാജ്യങ്ങളിൽ 179ാം സ്ഥാനമാണ് ഇന്ത്യ. ബയോളജിക്കലി വളരെ നമ്മുടെ ഡൈവേഴ്സിറ്റി പൂർ കണ്ടീഷനിലാണ് പോകുന്നത്. 150 രാജ്യങ്ങളില്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൂർവ്വമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീരവാദമൊക്കെ മുഴക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് മിന്നാന്ന് നല്ല നാളിൽ തന്നെ വന്നത്, അതായത് 150 രാജ്യത്തിൽ 179 സ്ഥാനമാണ് ഇന്ത്യ എന്ന്. അല്ലല്ല, നിങ്ങളുടെ തെറ്റാണ് കണക്കാക്കുക. തെറ്റായിക്കോട്ടെ, എത്ര വ്യത്യാസം വരും? 10 സ്ഥാനോ 20 സ്ഥാനോ എത്ര വരും? എന്നാലും പിന്നില്ലല്ലേ നമ്മള്. ഇപ്പൊ സപ്പോസ് അവര് പറഞ്ഞത് 179 സ്ഥാനം അല്ല വിചാരിക്കുക, നമ്മള് സപ്പോസ് 150 ആയാലും തെറ്റ് തന്നെയല്ലേ? 180 രാജ്യങ്ങളിൽ 150 ആണെച്ചാലും കുഴപ്പമില്ലേ? അപ്പൊ അത് അങ്ങനെ. പിന്നെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അപ്പൊ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി പറഞ്ഞ എർത്ത് സമ്മിറ്റ് 1992 അത് നമ്മുടെ എങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ, അതേമാതിരി നമ്മുടെ റിസോഴ്സസ്, പിന്നെ കൺസർവേഷൻ ഓഫ് പ്ലാനറ്റ്, നമ്മുടെ ഭൂമി എങ്ങനെ കാത്തു സൂക്ഷിക്കണം, അതാണ് ഈ കൺവെൻഷൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ പറഞ്ഞിരിക്കണേ. ഫെസിലിറ്റേറ്റിംഗ് ദ ഫെയർ ആൻഡ് ഹോണസ്റ്റ് ഷെയറിങ്. അതേമാതിരി ഓരോരോ രാജ്യങ്ങളുടെയും ഇത് അന്യോന്യം കൈമാറണം, കമ്മ്യൂണിക്കേഷൻ വേണം. കാരണം അവിടെ നടക്കുന്നത് ചിലപ്പോൾ നമ്മൾ അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടായി, പാകിസ്ഥാനിൽ വന്നില്ലേ? അപ്പൊ അവിടെ പാകിസ്ഥാനിൽ വരുമ്പോൾ ചിലപ്പോൾ ഇന്ത്യയിൽ വരും. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ഒരു ബെൽറ്റാണ്, നോർത്തേൺ ബെൽറ്റ്, ഈസ്റ്റേൺ ബെൽറ്റ് ഒക്കെ ഇല്ലേ? അപ്പൊ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഷുഡ് എക്സ്ചേഞ്ച്. ദർ ഇസ് എ ലോ കൺവെൻഷൻ ഇൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, വി ഷുഡ് കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. മറ്റുള്ള രാജ്യങ്ങളായിട്ട് നമ്മൾ സൗഹൃദ ഇത് വേണം. ജനറ്റിക് റിസോഴ്സ് ഇതെല്ലാം നമ്മളെ പ്രിസർവ് ചെയ്യണം. എർത്ത് സമ്മിറ്റ് 1992 ഇതെല്ലാം റിയോ, അതായത് ബ്രസീലിൽ വെച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്നാണ് ഇതെല്ലാം തീരുമാനിച്ചത്. ഓക്കെ, അടുത്തത് കൺവെൻഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. 150 രാജ്യം, യുണൈറ്റഡ് നേഷന്റെ ഫ്രെയിം വർക്ക് കൺവെൻഷൻ ആണത്, കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. 150 രാജ്യങ്ങളുണ്ട്, അതിൽ നമ്മളും ഇതാണ്. അതിലെന്താണെന്ന് വെച്ചാൽ എർത്ത് സമ്മിറ്റ്, അതിൽ പറയുന്നത് ഫ്രെയിം വർക്ക് വിത്തിൻ വിച്ച് ഗവൺമെന്റ് ക്യാൻ വർക്ക് ടുഗദർ ടു ക്യാരി ഔട്ട് ന്യൂ പോളിസീസ് ആൻഡ് പ്രോഗ്രാം. ഇത്തരത്തിലുള്ള എങ്ങനെ ഫേസ് ചെയ്യണം, അത് അതിനുള്ള കൺവെൻഷൻ ഓഫ് ക്ലൈമറ്റ് ഇത്തരത്തിലുള്ളൊക്കെ വരണ സമയത്ത് എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം. അപ്പൊ 150 രാജ്യം ഉള്ള ഒരു സമിതിയാണത്. പിന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ടത് ക്യോട്ടോ പ്രോട്ടോകോൾ ടു ദ UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതെന്താണ്? അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മരുഭൂമി, അതായത് ചിലയിടത്ത് വെള്ളം ഷോർട്ടേജ് അല്ലേ, ഡ്രിങ്കിങ് വാട്ടർ ഇതൊന്നും ഇല്ല, വെള്ളത്തിന് ഭയങ്കരധികം ഷോർട്ടേജ് വരും. അപ്പോ കൺട്രോളിങ് ലാൻഡ് എക്കോസിസ്റ്റം, അപ്പൊ അതിനൊരു ലോ ഉണ്ട്. അതേമാതിരി ഡ്രോട്ട് അഫക്റ്റഡ് കൺട്രീസ് ഉണ്ട്, നമ്മുടെ കോങ്കോ, ആഫ്രിക്കൻ കൺട്രീസ്, നമ്മുടെ സഹാറ മരുഭൂമി, താർ മരുഭൂമി, അങ്ങനെ പല 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 നമ്മുടെ ഗൾഫ് കൺട്രീസിൽ ചിലതുണ്ട്. അപ്പോ അതിനുള്ള ലോ ഉണ്ട്. അത് ഡെസർട്ടേഷൻ,
ഡിസർട്ടിഫിക്കേഷൻ, അതിനെപ്പറ്റി ഒരു ലോ ഉണ്ട്. പിന്നെ ലോ ഓഫ് ദ സീ, കടലത്തിന്റെ ഓഷ്യൻ ലോ അതുണ്ട്. സീ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? അതിൽ നമ്മള് വളരെ അതുമല്ല, നമ്മൾ കെമിക്കൽസും സപ്പോസ് കപ്പലിൽ നിന്ന് വമിക്കുന്ന അതൊന്ന് ലീക്കാവുന്ന അതും വെള്ളത്തിലാണ്. അതുകൊണ്ട് മത്സ്യസമ്പത്ത് നശിക്കുന്നു. നമ്മൾ പ്ലാസ്റ്റിക് ഇതൊക്കെ വലിച്ചെറിയുന്നു. ഇതെല്ലാം നദികളിൽ അത് അവിടെ വന്ന് സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു. പക്ഷേ അപ്പൊ അതെല്ലാം നമ്മളെ ചെയ്യണം. കൺവെൻഷൻ ടു കമ്പാറ്റ് ഡിസർട്ടിഫിക്കേഷൻ, മരുഭൂമി നമ്മളെ ഇത് ചെയ്യണം. വെള്ളമില്ലാത്തടത്ത് നമ്മളെ അപ്പൊ എന്തുണ്ട്, റെയിൻ ഇതോ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ മഴ പെയ്യുന്ന സമയത്ത് പിന്നെ അത് നമ്മൾ പ്രിസർവ് ചെയ്യുക. കൺട്രോളിങ് ലോ എക്കോസിസ്റ്റംസ്. ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ പിന്നെ ഡ്രോട്ട് അഫക്റ്റഡ് ഏരിയാസ് ഉണ്ട്. പിന്നെ അതേമാതിരി അപ്പൊ ഇത് എല്ലായിടത്തും മറ്റേ ഇതറിയാവുന്നതാണ്. പിന്നെ ലോ ഓഫ് ദ സീ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മോൺട്രി പ്രോട്ടോകോൾ 153 രാജ്യം അതിൽ മെമ്പറാണ്. വളരെ ഇതാണ്. അതിലെന്താണെന്ന് വെച്ചാൽ പിന്നെ അഗ്രിമെന്റ് ഫോർ ദി മാനേജ്മെന്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഓസോൺ ഡിപ്ലീഷൻ. ഓസോൺ ലെയർ, ശുദ്ധവായു ഇല്ല. അപ്പൊ അതിനെ പറ്റിയാണ് മോൺട്രി പ്രോട്ടോകോൾ. വളരെ പ്രധാനപ്പെട്ടതാണത്. അപ്പൊ ഓസോണിന്റെ ഡിപ്ലീറ്റിംഗ് കമ്മിയായിട്ട് വരിക. അപ്പൊ നവംബർ 2003 ഇതിനെ പറ്റിയിട്ട് പല ഇന്റർനാഷണൽ ഒരു ഡിസ്കഷനും മറ്റേതൊക്കെ നടന്നു. പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഡെവലപ്പിംഗ് കൺട്രീസ് എന്ത് ചെയ്യണം, ഡെവലപ്ഡ് കൺട്രി എന്ത് ചെയ്യണം, ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിനിത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അടുത്തത് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. അതായത് ക്രിയേറ്റ് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ ഓൺ സസ്റ്റൈനബിലിറ്റി, conserve green space, conserve our water resources, support sustainable agriculture, recycle building materials, and conserve energy and support renewable energy initiative. നോക്കൂ, സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവയർനെസ് വേണം, എഡ്യൂക്കേഷൻ വേണം, ഗ്രീൻ സ്പേസ് വേണം, വാട്ടർ പ്രിസർവ് ചെയ്യണം, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ വേണം, ബിൽഡിംഗ് മെറ്റീരിയൽ ഇതെല്ലാം നമ്മളെ റീസൈക്കിൾ ചെയ്യണം. അതാണ് നമ്മുടെ RCC എന്നൊക്കെ ഇല്ലേ. പിന്നെ കൺസർവ് എനർജി നമ്മളിത് വേസ്റ്റ് ചെയ്യരുത്. റിന്യൂവബിൾ എനർജി വേണം. ഇപ്പൊ നമ്മുടെ അതിൽ വിൻഡ് എനർജി, മറ്റേ ഇതൊക്കെ സോളാർ എനർജി ഇതൊക്കെ ഇല്ലേ, അത് ഉപയോഗിക്കണം. ഓക്കെ, പിന്നെ അത് ഞാൻ പറഞ്ഞു. ഇനി ഇന്റർനാഷണൽ അപ്രോച്ച് ഓഫ് ലൈവ്ലിഹുഡ് എന്താ? അപ്പോ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ക്രിയേഷൻ ഓഫ് ലോങ് ടേം ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്തരത്തിൽ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ലോങ് ടേം there is lot of poverty throughout the world, many countries, like Somalia, Africa, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് കണ്ടമാനം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, എല്ലായിടത്തും, ശ്രീലങ്ക, എല്ലായിടത്തും ഉണ്ട്. അപ്പോ എന്താ പറഞ്ഞ വെച്ചാൽ നമുക്ക് ലോങ് ടേം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണം, ഭക്ഷണം കഴിക്കണം, ജീവിതം നയിക്കണം. അതിനൊക്കെ നമ്മൾ പ്ലാനിങ് വേണം. അപ്പൊ ഇന്റർനാഷണൽ അപ്രോച്ച് ഉണ്ട്. ഇതിന് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, അതിന്റെ ഇന്റർനാഷണൽ അപ്രോച്ച് ഉണ്ട്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യണം. അപ്പോ UNDP, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇതിനെപ്പറ്റി നമുക്ക് കുറെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, പിന്നെ വേറെ നിയമപരമായിട്ട് നമുക്ക് ഇതേമാതിരി എൻവയോൺമെന്റൽ ആക്ട് ഉണ്ട്, അനവധി ആക്ട് ഉണ്ട്. എൻവയോൺമെന്റിന്റെ ലാൻഡ് പൊല്യൂഷൻ ആക്ട്, എയർ പൊല്യൂഷൻ ആക്ട്, റേഡിയേഷൻ അറ്റോമിക് എനർജി ആക്ട്, അങ്ങനെ പല ഇത് സ്റ്റാറ്റ്യൂട്ടറിയാണ്, നിയമപരമായിട്ട് അതൊക്കെ നമ്മളെ ചെയ്യണം. ഇതൊക്കെ നമുക്ക് ഡിസാസ്റ്റർ കമ്മിയാക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോന്ന് അപ്രൂവല്, ലൈസൻസ്, പീരിയോഡിക് ചെക്കപ്പ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാം. അപ്പൊ അതേമാതിരി ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനും സാധ്യമാണ്. അപ്പൊ ഇതിന്റെ അടുത്ത് കൺക്ലൂഷൻ, എഫക്റ്റീവ് പ്ലാനിങ് ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് ബേസിക് റെമഡിയൽ മെഷേഴ്സ് in an important part of the disaster management. In this unit we had discussed all the basic concepts concerning all important physical, monetary and environmental aspects relating to the minimization. അതായത് ഈ യൂണിറ്റിലെ ഡിസാസ്റ്റർ എങ്ങനെ മിനിമൈസ് ചെയ്യുക, കമ്മിയാക്കുക, അതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഡിസാസ്റ്റേഴ്സ് ക്യാൻ ഹോൾഡ് അപ്പ്. ഡിസാസ്റ്റർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ലോസ് ഓഫ് റിസോഴ്സസ്, അവിടെ പലതും, മരങ്ങളും പോവും, എല്ലാം പോവും, അവിടെ മിനറൽസും മെറ്റൽസും ഒക്കെ പോവും. ഷിഫ്റ്റിംഗ് ഓഫ് റിസോഴ്സസ് ടു എമർജൻസി റെസ്പോൺസ്, ഡിപ്രസിംഗ് ദ ഇൻവെസ്റ്റ്മെന്റ് ക്ലെയിം, അത്തരത്തിലുള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യില്ല ആളുകൾ. അപ്പോൾ അഫക്റ്റിംഗ് ദ നോൺ ഫോർമൽ സെക്ടർ ഓൾസോ.
അപ്പോൾ എല്ലായിടത്തും അഫക്റ്റ് ചെയ്ത് ജനങ്ങൾക്ക് അവിടെ ഒന്നും ഉണ്ടാവില്ല, കംപ്ലീറ്റ് ജീവിക്കാൻ പറ്റില്ല, വീട് കെട്ടാൻ പറ്റില്ല, വെള്ളം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള ചില പ്രദേശമുണ്ട്. സോ ഡിസാസ്റ്റേഴ്സ് ക്യാൻ പ്രൊവൈഡ് ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ബൈ ക്രിയേറ്റിംഗ് social and political atmosphere of acceptance of change, highlighting. അപ്പോൾ നമ്മുടെ വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെന്റും നല്ല അവയർനെസ് ഉള്ള സിറ്റിസൺസും ഈ ഡെവലപ്മെന്റിന് ആവശ്യമാണ്. അപ്പോൾ അൺഡെവലപ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഡിസാസ്റ്റർ വരും, അവർക്ക് അറിയില്ല ഓരോ കാര്യങ്ങൾ. അപ്പോൾ അവരെ അവയർനെസ് ഇത് കംപ്ലീറ്റ് അവയർനെസ് കൊടുക്കുക, ഫോക്കസ് ചെയ്യുക. അതേമാതിരി ഇന്റർനാഷണൽ ഓരോരോ ഗൈഡ് ലൈൻസ് ഉണ്ട്, അറ്റൻഷൻ, എയ്ഡ്. അതേമാതിരി ഇന്റർനാഷണലി അവർ റെഡ് ക്രോസ് അതേമാതിരിയുള്ള എയ്ഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ യുദ്ധം നടത്തുമ്പോൾ അവിടുത്തെ മറ്റേ റെഡ് ക്രോസ് മറ്റേതൊക്കെ ഇല്ലേ, നമ്മുടെ UN, അവരൊക്കെ വന്നിട്ട് സഹായിക്കുന്ന സഹായങ്ങളൊക്കെ എടുക്കുക. അവർ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ ഡിസാസ്റ്റർ അഫക്റ്റഡ് ഏരിയ എന്ന്. അതായത് ഈ ഭൂമി ഉൾക്കൊള്ള സമയത്ത് അവരവിടെ എത്തിണ്ടാവും. അപ്പൊ അവര് സഹായമൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുക. അതേമാതിരി യുദ്ധങ്ങൾ ജനങ്ങളുടേത്. നെക്സ്റ്റ് ബ്ലോക്ക് നമ്പർ 4, അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അച്ഛാ, ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. നോക്കൂ, ഈ ഈയിടെ ഒരു ഇത് പോണതിന് മുമ്പേ ഒരു കാര്യം കൂടി നോക്കൂ. റീസെന്റ് നമ്മുടെ ഞാൻ സ്റ്റാറ്റ്യൂട്ടറി പറയില്ല, നിയമപരമായിട്ടുള്ളത്, നമ്മുടെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഉണ്ട്. നമ്മൾ റീസെന്റ് നമ്മുടെ 52 കോടി നമ്മുടെ ഫൈൻ ഇട്ടു. അതായത് എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാണ്ട്. അതായത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ദി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ഓക്കെ, NGT, imposed a penalty of 52 crores in Udupi in Karnataka, Power Corporation Limited, Udupi Power Corporation Limited, part of Adani, okay, Adani Power, for violating environmental laws and polluting, okay, surrounding areas, okay. അതുകൊണ്ട് നിയർ ബൈ ആ ഏരിയയുടെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഡിസ്ട്രിക്ട് ഇൻ ഉടുപ്പി ഡിസ്ട്രിക്ട് ഇൻ കർണാടക. അപ്പൊ ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി പറഞ്ഞത്. എൻവയോൺമെന്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഗ്രീൻ ട്രിബ്യൂണലിന്റെ അവർ ഫൈൻ ഇടാതെ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഈ കൊച്ചിയിലും കണ്ടു നാള് അവർ ഫൈൻ ഇട്ടിരുന്നു, അത് കൊടുത്തേ പറ്റൂ, കാരണം നിങ്ങൾ ഫോളോ ചെയ്യില്ലെങ്കിൽ അത് കൊടുത്തേ പറ്റൂ. അടുത്തത് റിലവൻസ് ഓഫ് ഇൻഡിജിനസ് നോളജ്. ഇവിടെ ശ്രദ്ധിക്കൂ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ക്രോസ് കട്ടിംഗ് ഇഷ്യൂസ്. അടുത്തത് ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ക്രോസ് കട്ടിംഗ്. ഇവിടെ പറയാനുള്ളത് അണ്ടർസ്റ്റാൻഡിങ് ട്രഡീഷണൽ നോളേജ്. പണ്ട് നമ്മൾ ഫോളോ ചെയ്ത് തരുന്ന ചില നിയമങ്ങൾ, ഒരിക്കലും നമുക്ക് ഓൾഡ് ഈസ് ആൾവേസ് ഗോൾഡ്, ഗുഡ്. അപ്പോ ചില സമയത്ത് ട്രഡീഷണൽ ചില ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്, കസ്റ്റമൊക്കെ, അതും നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാം പുതിയതായിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അതിൻ്റെതായ പ്രത്യേകത ഉണ്ടാവും. സോ ഇൻഡിജിനസ് നോളേജ്, നമുക്ക് ചിലതൊക്കെ ബേസിക് നോളജ് ഉണ്ടല്ലോ, പിന്നെ അത് നമ്മൾ ചെയ്യുക. ആൻഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, ഇൻഡിജിനസ് നോളജ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജി, സൈക്ലോൺ ആൻഡ് ഫ്ലഡ്സ്, ഡ്രോട്ട്. ഇതൊക്കെ വരുമ്പോ പണ്ട് എന്താ ചെയ്തിരുന്നത്? അന്നുണ്ടായിരുന്നല്ലോ ഈ ഭൂമി കുലുക്കം, മറ്റേ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നില്ലേ, ബിൽഡിംഗ് ഒക്കെ, ലാൻഡ് സ്ലൈഡ് ഒക്കെ അന്നുണ്ടായിരുന്നില്ലേ? അന്ന് എന്താ ചെയ്തിരുന്നത്? ഇതൊന്നും സയന്റിഫിക്കലി ഇത്ര ഡെവലപ്ഡ് അല്ലാത്ത, ടെക്നോളജിക്കലി ഡെവലപ്ഡ് അല്ലാത്ത സമയത്ത് മനുഷ്യൻ എങ്ങനെ ജീവിച്ച്, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഇൻ റീസെന്റ് ടൈംസ് ആണ്, നോട്ട് ടൈമേഴ്സ്, ടൈംസ്, there has been constant occurrence of natural disasters around the globe. ലോകത്തിലാകമാനുണ്ട് കേട്ടോ. ഇന്നിവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നിവിടെ നാളെ വേറെ. മെയിൻലി ഡ്യൂ ടു ഇൽ കൺസീവ്ഡ് ഡെവലപ്മെന്റ്. അത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ പ്ലാൻ ഇല്ലാണ്ട് ഡെവലപ്പ് ചെയ്യും. തോന്നിയ മാതിരി ബിൽഡിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും, മുഖം അങ്ങോട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചണ്ഡീഗഡ് വെൽ പ്ലാൻ സിറ്റി, ഒരേ ലൈനില്, ഒരേ ഫേസ്, ഒരേ സ്ഥലത്ത് ഗേറ്റ്, അതേമാതിരി ഒരു വെൽ പ്ലാൻഡ്. അവിടെ പ്രശ്നം ഉണ്ടാവില്ല. അത് ഒന്ന് നമ്മുടെ ഈ ടേക്ക്, ഞാൻ ഏരിയ പറയുന്നില്ല കാരണം അത് നെറ്റ് ഇതായതുകൊണ്ട്. ചിലയിടത്ത് ഒരു പ്ലാനും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ഒരു ഇതും ഇല്ല, ഡ്രെയിനേജും പോയില്ല. അപ്പൊ എന്താ ഒരു മഴയത്ത് വെള്ളം അങ്ങോട്ട് മേപ്പെട്ട് വരും. അപ്പൊ ഇൻ ചെന്നൈ സം ഇയേഴ്സ് ബാക്ക്, ഈ 12 നില അല്ലെങ്കിൽ 8 നില ഒക്കെ താമസിക്കുന്ന ആളുകൾക്ക് താഴത്തേക്ക് മുഴുവൻ വെള്ളം നിറഞ്ഞ് കീപ്പെട്ട് ഇറങ്ങാൻ നിർത്തിയില്ല. മുഴുവൻ 4 പുറം സമുദ്രമാരി ഉണ്ടായിരുന്നു. ഹെലികോപ്റ്ററിലാണ് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. എങ്ങനെ വെള്ളം വന്ന്? കടലിൽ നിന്ന് അങ്ങോട്ട് തന്നെ വന്നതല്ല,
മഴ പെയ്ത് ഒഴുകി പോകുന്നില്ല, അത് കെട്ടിന്ന് മേപ്പോട്ട് പോയി. മനസ്സിലായില്ലേ? അപ്പൊ പ്ലാനിങ് ഈസ് വെരി വെരി എസെൻഷ്യൽ ടു അവോയ്ഡ് ഡിസാസ്റ്റർ. അപ്പോ റെപ്പർകുഷൻസ് ഡിസാസ്റ്റർ ക്യാൻ ബി അവോയ്ഡഡ് വെൻ പാർട്ടിസിപ്പേറ്റ്. അപ്പൊ ഇതില് കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ വളരെ വളരെ എസെൻഷ്യൽ ആണ്. അവരെ റെക്കഗ്നൈസ് ചെയ്യണം, അവരുടെ ഹെൽപ്പ്. ഞാൻ ഉദാഹരണം പറയട്ടെ, ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പറയുന്നത്, പെട്ടെന്ന് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫ്ലഡ് ടൈമില് ആർമി വന്നു, നേവി വന്നു, എയർഫോഴ്സ് വന്നു, എയർഫോഴ്സിൽ ആളുകളെ ലിഫ്റ്റ് ചെയ്തു, ഇതൊക്കെ ശരി. പക്ഷേ ചില ട്രൈബൽ ബെൽറ്റിൽ കുടുങ്ങിയ ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ കാട്ടിന്റെ ഉള്ളിൽ വെള്ളം കയറി, മനസ്സിലായോ? അപ്പോ അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് മറ്റുള്ളവരെ ഗൈഡ് ചെയ്ത്. അത് അത്തരത്തിലുള്ളത് അവരെ നമ്മള് റെക്കഗ്നൈസ് ചെയ്യണം, അവരുടെ അഡ്വൈസ് സ്വീകരിക്കണം. അപ്പൊ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വെരി വെരി എസെൻഷ്യൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഫ്ലഡൊക്കെ എങ്ങനെയാണ്? അവരൊക്കെ സഹായം ചെയ്ത് ഭക്ഷണം വിതരണം, ആളുകളെ ട്രീറ്റ്മെന്റ്, എടുത്ത് ഓടല്, ആംബുലൻസില്, മറ്റേ ജനങ്ങളെ രക്ഷിക്കല്, ഏതെല്ലാം വിധത്തിൽ രക്ഷിക്കാൻ പറ്റും അങ്ങനെ ഓടില്ലുണ്ടായിരുന്ന ആളുകൾ. Community participation very essential. So further, in disaster reduction activities, accomplishment of targeted goals and sustainability risk reduction also depend upon the involvement of local people. അപ്പോ നമ്മുടെ ജനങ്ങൾ ഉണ്ടായെന്നുണ്ടെങ്കിൽ ഈ ഇത് റിഡക്ഷൻ ചെയ്യും. അവർക്ക് നോളജ് വേണം, കൾച്ചർ, ട്രഡീഷണൽ. പണ്ട് എന്താ ചെയ്തിരുന്നത്? ശ്വാസം നിലച്ചു. അപ്പൊ എന്താ പണ്ട് ചെയ്തിരുന്നത്? പാമ്പ് കടിച്ചു. പണ്ട് എന്താ ചെയ്തിരുന്നത്? പച്ചമരുന്ന്, അതേമാതിരി ഒക്കെ ഉണ്ടല്ലോ ചില കാര്യങ്ങള് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചില. അന്നും പാമ്പ് കടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്നും ജീവൻ രക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇന്നല്ലേ ആന്റിബയോട്ടിക് മറ്റേതൊക്കെ ഉള്ളത്, അന്നുണ്ടായിരുന്നില്ലല്ലോ. ഓക്കെ, സ്മാൾ പോക്സ് അന്നുണ്ടായിരുന്നു, ഇന്നില്ല. ഓക്കെ, അന്ന് സ്മാൾ പോക്സിൽ മരിച്ചവരുണ്ട്, മരിക്കാത്തവരും ഇല്ലേ? അപ്പൊ നോളജ്, കൾച്ചർ, ട്രഡീഷണൽ പ്രാക്ടീസസ്, ഇതൊക്കെ ചിലപ്പോ വളരെ നല്ലതുമായിരിക്കും. ട്രഡീഷണൽ പ്രാക്ടീസ് പറഞ്ഞാൽ മോശമായിട്ടുള്ളതല്ലോ. പ്രാക്ടീസ് ചെയ്തിട്ടാണല്ലോ ഈ ട്രഡീഷണൽ പ്രാക്ടീസ് ആയത്. ദസ് ഇൻക്രീസ് ദ അഡാപ്റ്റീവ്. അപ്പൊ അത് സ്വീകരിക്കണം ചില സമയത്ത്. അതിലൊന്നും നമ്മൾ ഇത് ചെയ്യരുത്. കാരണം എന്താ അറിയോ, ഇതൊക്കെ പയറ്റി തെളിഞ്ഞ പ്രാക്ടീസ് ചെയ്ത് ആളുകളെ വിശ്വാസത്തിലെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? ഇപ്പൊ നോക്കുള്ളൂ, ഒരു പാമ്പ് കടിച്ചാൽ അവിടെ നമ്മുടെ മുകളിൽ കെട്ടണം. അതേമാതിരി വളരെ ശ്രദ്ധാപൂർവ്വം പേടിക്കാതെ ഉറങ്ങാതെ, ഇതൊക്കെ പണ്ട് ഫോളോ ചെയ്തതാണ്, അതിന്ന് ഫോളോ ചെയ്യുന്നു. ഓക്കെ, ഇൻക്രീസ് ദ നമ്മളെ സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്യണം. ഹെൽപ്പിംഗ് ബ്രിങ്ങിങ് ബാക്ക് ദ റീസൈലൻസ് ആൻഡ് ആൾസോ ഓൺ റെഡ്യൂസിങ് ദ ലെവൽ ഓഫ് വൾണറബിലിറ്റി. അതുകൊണ്ട് വൾണറബിലിറ്റി ഇല്ലാതെ നമ്മളെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ട്രഡീഷണൽ നോളജ്, ഇൻഡിജിനസ് നോളജ് ആൻഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ടൈപ്സ് ഓഫ് ഇൻഡിജിനസ് നോളജ്. ടെക്നോളജിക്കൽ നോളജ്. അണ്ടർസ്റ്റാൻഡിങ് നോക്കട്ടെ ഒരു മിനിറ്റ്. അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ. ദ വേൾഡ് ട്രഡീഷണൽ നോളജ് ഡിറൈവ്ഡ് ഫ്രം ദ ബിലീഫ്. ചിലരുടെ വിശ്വാസം, അതേമാതിരി ലോക്കൽ കമ്മ്യൂണിറ്റികളുടെ വിശ്വാസം. നോളജ്, അവർക്കും പല നോളജ് ഉണ്ട്. എബൌട്ട് ദ ഹിസ്റ്ററി, ലൊക്കാലിറ്റി, പാസ്റ്റ് എക്സ്പീരിയൻസ്. ഇതൊക്കെ അവരിൽ നിന്നും നമ്മൾ പലതും പഠിക്കണം. ട്രഡീഷണൽ നോളജ്, അതേമാതിരി ഇൻഡിജിനസ് നോളജ്, അതൊക്കെ അവരിൽ നിന്നും പഠിക്കണം. എന്താ ഇൻഡിജിനസ് പറഞ്ഞാൽ? തദ്ദേശമായ അറിവ്, അതും ആവശ്യമാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ പറഞ്ഞ ഇൻഡിജിനസ് നോളജ് ആൻഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഇതില് ദി സെക്ഷൻ ഡിസ്കസസ് ഹൗ ദി ട്രഡീഷണൽ നോളജ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ഡിസാസ്റ്റർ റിസ്ക്. ഓക്കെ, ഇറ്റ് ഈസ് ട്രഡീഷണൽ. ചിലപ്പോൾ ഡിസാസ്റ്റർ അത് വരുന്നുണ്ട് എങ്ങനെയാണത് കേട്ടോ. പിന്നെ പീപ്പിൾ നോ ദെയർ, അതായത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ചിലതൊക്കെ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം കേട്ടോ. സോ അതിനെ പറ്റിയാണ് ഇൻഡിജിനസ് നോളജ്. നമുക്ക് അറിയാവുന്നത് കൊള്ളിയാമിന്ന, മറ്റേ തണ്ടർ, ഇതൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നൊക്കെ അറിയില്ലേ ചില സമയത്തൊക്കെ. ഓക്കെ, പിന്നെ നോ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. കമ്പയർ ട്രഡീഷണൽ നോളജ് വിത്ത് സയന്റിഫിക് എക്സ്പെർട്ടൈസ് ആൻഡ് ഈസ് മോർ റിലവൻറ്റ് ഇൻ കറന്റ് കോണ്ടെക്സ്റ്റ്. ചില സമയത്ത് ട്രഡീഷണൽ നോളജും വേണം, സയന്റിഫിക് നോളജും വേണം, മോഡേൺ നോളജും വേണം, ഓൾഡും വേണം. ഒരു കാര്യമുണ്ട്, ഓൾഡ് പറഞ്ഞാൽ എല്ലാം നമുക്ക് റിജക്ട് ചെയ്യും. ഇന്നിപ്പോ റോക്കറ്റോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി, ശരിയാണ്, മൊബൈലും ഒക്കെ ഉണ്ടായി, അതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. പക്ഷെ പണ്ട് ജനങ്ങൾ ജീവിച്ചേരാന്നല്ലേ. പണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ നിങ്ങൾ TV, അതേമാതിരി നിങ്ങൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, റേഡിയോ. പണ്ട്
പുരാണ കാലത്തുള്ള റേഡിയോന്റെ എഫക്റ്റ് നിങ്ങൾക്ക് ടി വിയിൽ കിട്ടുമോ? കാരണം വളരെ എഡിറ്റ് ചെയ്ത, അതേമാതിരി നമ്മുടെ ചെവിയിൽ സ്പർശിക്കുന്ന നോളേജ് ഓറിയന്റഡ് ആണ് റേഡിയോയിൽ വരുന്നത്. ടി വിയിൽ എങ്ങനെയാണോ? മനസ്സിലായോ? അപ്പൊ അത് ഓൾഡാണ്. അപ്പൊ അത് മോശമാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോ ഇൻഡിജിനസ് നോളജ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജി, സൈക്ലോൺ ആൻഡ് ഫ്ലഡ്സ്, അതാണ് പറയാൻ പോകുന്നത്. അപ്പോ എന്താണ് ടെക്നോളജിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ടെക്നോളജിക്കൽ നോളജ് പറഞ്ഞാൽ യെസ്, കാശ്മീർ ചില സമയത്ത് കാശ്മീരിലെ ഹെർത്ത് കേക്ക് ഉണ്ടായിരുന്നു. അതേമാതിരി ഗുജറാത്തിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം നമ്മൾ മുക്തി നേടി. അപ്പൊ എങ്ങനെ നമ്മളിത് ഫേസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ടെക്നിക്കലി എന്തെല്ലാം വേണം, അതായത് ഡിസാസ്റ്റർ എങ്ങനെ ഇത് ചെയ്യുക, റിക്കവറിയെ എങ്ങനെയാണ്, ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് എന്താ എടുക്കേണ്ടത്. പിന്നെ ഉത്തരകാശി എർത്ത് 1991 ഡാമേജിന്റെ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മളെ കാലക്രമേണ പഠിച്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതേമാതിരി നമ്മൾ സസ്റ്റൈനബിലിറ്റി ജീവിക്കാൻ പഠിച്ചു ചില കാര്യങ്ങളിൽ. അടുത്ത എക്കണോമിക് എന്ന് വെച്ചാൽ നോളേജ് ഈസ് ദ എക്കണോമിക് നോളേജ് യൂസ്ഡ് ബൈ ദ കമ്മ്യൂണിറ്റി അറ്റ് വൺസ്. ഓക്കെ, കമ്മ്യൂണിറ്റി അറ്റ് ടൈംസ്. ഓക്കെ, ചില സമയത്ത് ഓരോ പ്രശ്നങ്ങൾ പീപ്പിൾ കം അപ്പ് വിത്ത് എക്കണോമിക്, ഏത് വിധത്തില് ചില ഐഡിയാസ് അവർ പറയും ടു അഡ്രസ് ദ ഇഷ്യൂ ടെമ്പററി. നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന്. അപ്പൊ നമ്മുടെ എക്കണോമി, നമ്മൾ ഏത് വിധത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ഭദ്രത വരും, അതൊക്കെ അത് എക്കണോമിക് നോളജും നമുക്ക് ഉണ്ടാവണം. സോ ദസ് ലോ കോസ്റ്റ് സ്ട്രാറ്റജി ഈസ് പ്ലാൻഡ് യൂസിങ് ആൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ്. അപ്പൊ അതുകൊണ്ട് ലോ കോസ്റ്റ് ആയിട്ട് അധികം പൈസ ചെലവഴിക്കാതെ ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാം ക്രൈസിസ് എന്നും പഠിക്കുന്നു. പിന്നെ എൻവയോൺമെന്റൽ നോളജ് ഇനി ഒന്നും പറയാനില്ല. ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്കറിയാം, മഴ പെയ്യുന്നതിന് മുമ്പ് ക്ലൗഡ് ഉണ്ടാവും, കൊള്ളിയാമിനു മുമ്പേ അതേപോലെ ഇടിവെട്ടുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് എൻവയോൺമെന്റലായിട്ട് നമുക്ക് ചില ബേസിക് നോളജ് ഉള്ളതാണ് പണ്ടത്തെ. അത് ഇന്നും തുടരുന്നു. അതേ തണ്ടറും അതേ സൈക്ലോണും ഒക്കെ ആണല്ലോ എപ്പോഴും പല പരിപാടിയും. സോ ഇൻഡിജിനസ് നോളജ്. ആൻഡ് ഇനി പറയാൻ പോകുന്നത് പണ്ടുണ്ടായിരുന്ന സിസ്റ്റം, ഇന്നത്തെ സിസ്റ്റം. കേട്ടോളൂ, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻഡിജിനസ്ലി പണ്ട് വെതർ പാറ്റേൺ, പണ്ട് കാലാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തെന്ന് പറയും. പണ്ടത്തെ ശ്രദ്ധിക്കുക. പണ്ട് വെതറിനെ അറിയാൻ നമ്മുടെ ആകാശത്തേക്ക് നോക്കും, ഗ്ലൂമിയാണോ നോക്കും. അതേമാതിരി ചില സമയത്ത് വെതർ യൂഷ്വലി ഹോട്ടാണോ നോക്കും, ഹ്യൂമിഡിറ്റി ഉണ്ടോ നോക്കും. അപ്പൊ വിൻഡ്, കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ, ക്ലൗഡ് ഉണ്ടോ, ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ, ഇതൊക്കെ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ സൈക്ലോണിന്റെ ഇതൊക്കെ നമ്മൾ നോക്കും. അത് വെതറിനെ പറ്റി അറിയാം. ഇനി സീ റിവർ പാറ്റേൺ, അതായത് വലിയ തിരമാലകള്, അതേമാതിരി സ്മോക്കി ക്ലൗഡ്, ഷേപ്സ് ഇൻ ദ സീ, കടലിന്റെ ഘടന, പിന്നെ പോണ്ട, റിവർ, വാട്ടർ. അതേമാതിരി ചില സമയത്ത് വാട്ടർ ബിക്കംസ് ഹോട്ട്. ഇതൊക്കെ സീ റിവർ പാറ്റേണിന്റെ ആണ്. അടുത്തത് അനിമൽ ബിഹേവിയർ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ എർത്ത് ഉണ്ടാവും പണ്ട്. ശ്രദ്ധിക്കണം, വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കലാമിറ്റി വരുമ്പോ കാറ്റിൽ ബിക്കം റെസ്റ്റ്ലെസ്. മൃഗങ്ങള് അത് ഗ്രാസ് തിന്നാതെ വരും. ഡോഗ്സ്, പട്ടികള് കുരയ്ക്കാൻ തുടങ്ങും. ഇതൊക്കെ ഇൻഡിക്കേഷൻ ആണ്. ഡോഗ് മണത്ത് പോവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും. ഈ ഉറുമ്പ് അതിന്റെ എഗ്ഗും കൊണ്ട് മരത്തിൽ കയറാൻ തുടങ്ങും. നമ്മുടെ ബീസ്, തേനീച്ചകള്, അതിങ്ങനെ അറൗണ്ട് ഇങ്ങനെ പറക്കാൻ തുടങ്ങും. പിന്നെ ബേർഡ്സ് ഒരു ഡെസ്റ്റിനേഷൻ അല്ലാണ്ട് പറക്കാൻ തുടങ്ങും. പിന്നെ അതേപ്രകാരം ഫിഷ് തന്നെ വെള്ളത്തിൽ നിന്ന് ചാടാൻ തുടങ്ങും. ഫ്രോഗ് കരഞ്ഞുകൊണ്ടേയിരിക്കും. കുറുക്കന്മാര് പകലും കരയും. കുറുക്കന്മാര് ഇതൊക്കെ ഇതിന്റെ ഇൻഡിക്കേഷൻ ആണ് എന്തോ സംഭവിക്കാൻ പോകേണ്ടതെന്ന്. മനസ്സിലായോ? പണ്ട് ഇതൊക്കെയാണ് തീരുമാനിച്ചത്. അതേമാതിരി സംഭവിച്ചായിരുന്നു കേട്ടോ. അടുത്തത് അതർ, മരം ചായ. അവനർത്ഥം കാറ്റുണ്ട്, കാറ്റ് വരാൻ പോണു. അടുത്തത് പിന്നെ വാട്ടർ, കുളവാഴ, കനാലില്. ലീവ്സ് ഓഫ് ദ മന്ദർ ആൻഡ് കോട്ടൺ, ന്യൂ ലീവ്സ് ഓഫ് ട്രീ, മരങ്ങളിൽ നിന്ന് മുഴുവൻ ഇല കൊഴിയുക. അതിനർത്ഥം എന്താ? കാറ്റ്. മഡി സ്മെൽ, മണ്ണിന്റെ സ്മെല്ല്. ഇൻ ദ വിൻഡ്, കാറ്റില് മണ്ണിന്റെ സ്മെല്ല്.
പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫിഷ് കാച്ച് ബൈ ഫിഷർമാൻ, ഇതൊക്കെ വരും കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ടത് സൈക്ലോൺ ആൻഡ് ഫ്ലഡ്സ്. കൂടുതൽ സൈക്ലോൺ അതേമാതിരി ചില സമയത്ത് നമ്മൾ പണ്ട് സൈക്ലോണുള്ള സമയത്ത് മുക്കുവന്മാർക്ക് അറിയാം, ഫിഷർമാൻ അറിയാം, ടൈഡ് തിരമാലകൾ എപ്പോഴാണ് വരുന്നത്, ആ സമയത്ത് അവർ ഫിഷ് പിടിക്കാൻ പോയില്ല, മീൻ പിടിക്കാൻ പോയില്ല. അവർക്കറിയാം ഏത് സമയത്ത് വേലിയേറ്റം വേലിയിറക്കാം. അത് പണ്ട് ഫോളോ ചെയ്തതാണ്, ഇന്നും ഫോളോ ചെയ്യുന്നു എന്നതൊക്കെ സയന്റിഫിക് ഉണ്ട്, അത് വേറെ കാര്യം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നോക്കൂ, ഈ സ്ട്രാറ്റജി പണ്ടത്തെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ഇത്തരത്തിലുള്ള സംഭവം, മഴക്കാലോ ഫ്ലഡോ ഇതേമാതിരിയുള്ള നമുക്ക് ദാരിദ്ര്യം നിറഞ്ഞ സമയമാകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു റൈസ്, പാഡി, ഇതെല്ലാം റാപ്പ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നു സേഫർ പ്ലേസില്. അല്ലെങ്കിൽ ഇത്ര വെള്ളപ്പൊക്കം എന്തെങ്കിലും വരുന്ന സമയത്ത് വാല്യബിൾ ഓരോരോ ഐറ്റംസ് നമ്മൾ വേറെ അണ്ടർഗ്രൗണ്ടില് ചിലപ്പോൾ വിൽക്കുന്നു. അതേമാതിരി പിന്നെ വാട്ടർ കനോട്ട്, വെള്ളം വരാത്ത സ്ഥലത്ത് സൂക്ഷിക്കുന്നു. അങ്ങനെ സം പീപ്പിൾ വൈൽ ലുക്കിംഗ് ആൾ ദ കളർ ഓഫ് ദ ക്ലൗഡ്, നമ്മുടെ ആകാശത്തിന്റെ ക്ലൗഡ് അറിഞ്ഞിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു ഫ്ലഡ് വരുമോ, മഴ വരുമോ, ഇടിവെട്ടുമോ, ഇതെല്ലാം. പിന്നെ വേറൊരു കാര്യം, വീട്ടിന്റെ 4 പുറം ബനാന, നേന്ത്രവാഴ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. എന്താ കാരണം അറിയോ? വെള്ളപ്പൊക്കത്തില് ഇതിനെ വെട്ടിയിട്ട് നമുക്ക് അതില് ചില സമയത്ത് വെള്ളത്തിൽ ഒഴുകുകയാണെന്ന് വെച്ചാൽ പിടിച്ചിട്ട് രക്ഷപ്പെടാം, അതുമുണ്ട് ബനാന. പിന്നെ പീപ്പിൾ ഐഡന്റിഫൈ നിയർ ബൈ എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത വില്ലേജിൽ എവിടേക്കാ ഓടി രക്ഷപ്പെടേണ്ടത്. കാരണം ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം വരുമ്പോൾ അങ്ങനെ എവിടേക്കാ പോകേണ്ടത്? കാരണം 4 പുറം വെള്ളമാണ്, വണ്ടിയില്ല, കാർ ഓടിക്കാൻ പറ്റില്ല, റോഡില്ല, ട്രെയിനില്ല, യാതൊന്നുമില്ല, എവിടെ രക്ഷപ്പെടും? അത് മുമ്പേ കൂട്ടി ഇത്തരത്തിൽ വന്നാൽ എവിടെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കുക മുമ്പേ കൂട്ടിയിട്ട്. പിന്നെ ടവർ ബിൽഡിങ്ങിൽ താമസിക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലിഫ്റ്റിൽ കീപ്പിട്ട് വരാൻ പറ്റില്ല, ഇലക്ട്രിക് ഇത് ഡിസ്കണക്ട് ചെയ്യും. അപ്പോ 10ാം നിലയിലും 40ാം നിലയിലൊക്കെ ഉള്ള ആളുകളില്ലേ, നടന്ന് കയറേണ്ടി വരും, ഇറങ്ങേണ്ടി വരും. ശ്രദ്ധിക്കണം, കാരണം ലിഫ്റ്റില് കയറരുത്, നടുക്കിൽ നിൽക്കും, കാരണം പവർ ഓഫ് ആവും. മനസ്സിലായില്ലേ? പിന്നെ ഇൻഡിജിനസ് നോളേജ് ആൻഡ് എയർലി വാർണിംഗ്. അപ്പൊ സൈക്ലോണിന്റെ ഫ്ലഡിന്റെ കാര്യം പറയില്ലേ, അപ്പൊ അത് പറഞ്ഞു. ഓക്കെ. നൗ ഇനി അപ്പൊ ഞാൻ പറഞ്ഞു ഡ്രോട്ടിന്റെ കാര്യം പറഞ്ഞു. സോ നമ്മുടെ നോക്കൂ, പണ്ടത്തെ അത് ഓരോരോ സ്റ്റേറ്റിലും ഓരോരോ വിധത്തിലുണ്ട്. ഇത്തരത്തിൽ ഹിമാചൽ പ്രദേശില്, രാജസ്ഥാനില്, ഗുജറാത്തില് ഇത്തരത്തില് ഡ്രോട്ടൊക്കെ വരുമ്പോ എന്ത് ചെയ്യണം? രാജസ്ഥാനിൽ എന്നുണ്ടല്ലോ. അപ്പോ ഈ എങ്ങനെ നമ്മളിത് കൈകാര്യം ചെയ്യണമെന്ന്, നമ്മുടെ വെള്ളം എങ്ങനെ നമുക്ക് കിട്ടണം, റെയിൻ വാട്ടർ, അത് എങ്ങനെ പ്രിസർവ് ചെയ്യണം. കേരളത്തിലെ പള്ളിയേൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഡയറക്ഷൻ മറ്റുള്ളിടത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഇതാക്കുക, നമ്മുടെ തണുപ്പിക്കുക. അടുത്തത് കൺക്ലൂഷൻ. ഇൻഡിജിനസ് നോളേജ് ഓർ ദ ട്രഡീഷണൽ നോളേജ്, രണ്ടും ആവശ്യമാണ്. ട്രഡീഷണൽ നോളജും വേണം, സയന്റിഫിക് നോളജും വേണം ഓഫ് എ കമ്മ്യൂണിറ്റി. ശ്രദ്ധിക്കണേ, പണ്ടത്തേത് ഈ ആളുകൾ പറയുന്നത് നോക്കൂ, നമ്മളെ ഈ വാരഫലം അതേമാതിരി അസ്ട്രോളജി ചിലതെല്ലാം കറക്റ്റായിട്ട് വരും ചില സമയത്ത്, മറക്കരുതേ. അപ്പോൾ അതുകൊണ്ട് ഇവൻ നമ്മുടെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആദ്യം ഇവരെ കണ്ടിട്ട് മുഹൂർത്തം ഇതൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ അതിൽ വിശ്വാസം കൊണ്ടല്ലേ. ട്രഡീഷണൽ നോളേജ് ഓഫ് എ കമ്മ്യൂണിറ്റി ഈസ് ലിഡൻ വിത്ത് റിസ്ക് വാല്യൂസ് ആൻഡ് ഇൻഫർമേഷൻ ഓഫ് എ പൊട്ടൻഷ്യൽ ഡിസാസ്റ്റർ വിച്ച് ഈസ് അബൌട്ട് ടു ഹാപ്പൻ. അപ്പൊ നമുക്ക് ഈ പണ്ടേ നമുക്ക് ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പേ കൂട്ടി അറിയാം. ആകാശം ക്ലൗഡി ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ മഴ പെയ്യോ, അപ്പൊ നമ്മൾ എന്ത് പ്രിക്കോഷൻ എടുക്കണം, എവിടെ രക്ഷപ്പെടണം, ഏത് വിധത്തിൽ വരുന്നു, അത് കണ്ടാൽ തന്നെ അറിയാം എങ്ങനെ മഴ വരുന്നു. കാറ്റ്, മരങ്ങൾ വീഴുവോ, അപ്പൊ മരത്തിന്റെ അവിടുന്ന് മാറി നിൽക്കണം. അപ്പൊ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റുള്ള കമ്മ്യൂണിറ്റി ആയിട്ടും കൂടി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവർ പറയുന്ന കൂടി കേൾക്കണം. പിന്നെ ഇഫ് യു ആർ ടു സേഫ് ഗാഡ് ദി പീപ്പിൾ ഫ്രം ഡിസാസ്റ്റേഴ്സ്, മറ്റുള്ളവരെ രക്ഷിക്കണം, ഓൾഡ് ഏജ്, എല്ലാ കുട്ടികളെ, ഇവരൊക്കെ. അപ്പോ ഇൻഡിജിനസ് നോളജ് അവർക്കാണ് അറിയുക. നോട്ട് ഓൺലി ഗിവൺ ഇൻഡിക്കേഷൻസ് ഓഫ് ഏർലി വാർണിംഗ്സ് അബൌട്ട് എ ഡിസാസ്റ്റർ, അതായത് ബട്ട് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു നോ ദ കോപ്പിംഗ് സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ടു ഡീൽ വിത്ത് ഡിസാസ്റ്റർ സിറ്റുവേഷൻ. നോക്കൂ, നമ്മുടെ ചെറിയ വീടുകളൊക്കെ, ഈ ഡിസാസ്റ്റർ പ്രോൺ ഏരിയ വീടുകളൊക്കെ നമ്മുടെ തച്ചുശാസ്ത്രം
അവർ പറയും നിങ്ങൾ ഈ വീട് ഇതേ വിധത്തിലായിരിക്കണം, ഇതിന്റെ മുഖം ഇങ്ങനെയായിരിക്കണം, എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് അധികം നിങ്ങളെ അഫക്റ്റ് ചെയ്യില്ല. ജപ്പാനിലൊക്കെ ഇങ്ങനെയാണ്, ബിൽഡിങ് കൂടുതലൊന്നും അഫക്റ്റ് ചെയ്യില്ല, കാരണം അതേമാതിരിയുള്ള കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ അതേ ആർക്കിടെക്ട് അതേമാതിരിയുള്ള അവരുടെ ഐഡിയാസിൽ പ്രകാരം ഇത്ര റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ടും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടൈമിലും ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ നമ്മൾ അത് സ്വീകരിക്കണം, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയാണ് പറയാനുള്ളൂ. എൻഡ് ഓഫ് ദിസ്. താങ്ക് യു വെരി മച്ച്.